കണ്ടപ്പോ മൂല്യാലമില്ലാതെ ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോയതായിരിക്കുന്ന സഹോദരങ്ങളെ. ഇനി പോയാലും ആ ആദർശം, സലഫി ആദർശം കൃത്യമായി ഉൾക്കൊണ്ടവർ നമുക്ക് മതി. ആ കൂട്ടായ്മയാണ് മഹത്തായ കേരള ജംഇയ്യത്തുൽ കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് KNMന്റെ കൂട്ടായ്മ. അതിനെ ദുരുപയോഗം ചെയ്തവർ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ അലങ്കരിമായ വിധിക്ക് ശുദ്ധീകരിക്കപ്പെടും. അല്ലാതെ നമ്മൾ ഇത് വിട്ടു പോകുന്നത് ആരും വിചാരിക്കണ്ട. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ ഇവർക്ക് എന്ത് ആത്മാർത്ഥമാണത്? മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദ്യമായി രംഗത്ത് വന്ന മടവൂർ വിഭാഗം, ആ വിഭാഗം ആളുകൾ ഉന്നയിച്ച ആയത്തും ഹദീസും അതെന്നെ പടി ഉന്നയിച്ച് അനസ് മുസ്ലിയാർ അള്ളാഹുവിനറിയുക, റബ്ബിന്റെ തൗഹീദ് അറിയുക എന്ന് എത്ര ആയത്താണ് വിചാരികളുടെ മുമ്പിൽ ഓതിയത്. എന്നിട്ടിങ്ങനെ ഓരോ ആയത്തിന് കഴിയുമ്പോൾ അതിൽ ജിന്ന് പെടില്ല, അതിൽ മലക്കപ്പെടില്ല, ജിന്നിനെ വിളിച്ചാലും ശിർക്കാണ്, പഠിച്ചു വെച്ചോ സക്കരിയ. അപ്പൊ സ്മരിക്കണോന്ന് വിചാരിക്കുന്ന സ്വലായി കുറെ ആൾക്കാരും ജിന്നിനെ മരിക്കും വിളിച്ച് തേണ് ഓൽക്കാനുള്ള അനുസരിച്ചുകാർ മറുപടി പറയുന്നത് അവൾക്കും കൂടി തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നല്ലോ. ഇത് കാപട്യമാണ്. ഇത് ആത്മാർത്ഥമായിട്ട് കൂടിയിട്ടാണ് ഏർപ്പാടല്ല. ആരാ പറഞ്ഞത്? അനക്കിന്റെ മത്സരം അറിയാം. അനുസരിച്ചുകാരെ മനസ്സിൽ നമുക്കറിയാം. അതുകൊണ്ടാണ് അനുസരിച്ചുകാർ ആ കാര്യം പറഞ്ഞത്. ഒന്ന് കേട്ടോളിങ്ങളും ഒരിങ്ങനെ ആയത്തോ തണ്ട് إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ആയത്തോടെയാണ് എന്റെ അർത്ഥം പറയാണ്. അതുപോലെ തന്നെ എന്റെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ഹുവല്ലദീന ജഅംതും മിൻ ദൂനി തുടങ്ങി തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാൽ തോന്നാൻ എന്താണല്ലേ, ഏതോ ഖുറാനിലേക്ക് മറുപടി പറയാമെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം, അല്ലാതെ ആയത്തിനത് കൂലി വാങ്ങുക എന്നതായിരുന്നില്ല. ഇത് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളങ്ങനെ ഈ ഇടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണം മക്കളെ. നിങ്ങൾ ഈ ഇറങ്ങിക്കലും അതുപോലെ തന്നെ ഈ അത്തോളി അമ്പലത്തിൽ എവിടെയെങ്കിലും വന്ന് ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എവിടെ വന്നിട്ട് ഇത് തെറ്റിദ്ധരമായ പ്രശ്നം നമുക്ക് പോയാലും ശുദ്ധീകരിക്കാൻ ഞങ്ങൾ പിന്നാലുണ്ട്. ഈ ശിർക്കാരോപണത്തിന് നിങ്ങൾക്ക് ഈ വേദി അനുവദിച്ച് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങളെ പോലെ വലിയ പ്രവർത്തകർ നിങ്ങളെ പിന്നാലുണ്ട്. അതിന്റെ ഭയം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ കാച്ചിലാക്കി പോണത് സഖാഫികളെ പോലെ. പിന്നെ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു പോകണ്ട. അതിന് ഞങ്ങളുടെ മറുപടി പറയും. ഇത് തനിക്ക് എത്ര കുറുക്കാൻ കണ്ടതാ. എന്ത് ഇന്തോഹുല്ലാക്കും വയോസമയവും മസ്തജാബോലക്കും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്ന് മുജാഹിദിൽ എടുത്തിട്ട് പറയാം. എന്ത് ഇന്തോഹും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലായിസ്വാക്കും നിങ്ങളുടെ പ്രാർത്ഥന അവരെ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവരെ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോല്ല, അങ്ങനെ അലീമുല്ല ആയത്തോൽ നിർത്തിക്കഴിയുമ്പോ മറ്റാളെനിക്ക് ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴിക്കാലിട്ടിട്ട് പറയാ എന്ത് കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം. നമ്മുടെ ആളുകളോട് പോലും നമ്മളിപ്പയും കാലം ഖുറാനികളോട് ഓതിക്കൊടുത്തായി തോന്നിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്. എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെയെങ്കിലും ആയത്തേക്കൊന്ന് ഓർത്തു വരട്ടെ. കുറെ കാലമായല്ലോ അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യം മരം നട്ട് തീർന്നിട്ട് സമയമില്ല. കാര്യം മടവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാല് അവസാനം ജിന്നും പിശാചൊന്നും പിടുത്തം കിട്ടില്ല. എന്ത് ചെയ്യും? നല്ല മരത്തിൽ കയറിയിരിക്കുക എന്ന് വിചാരത്തിൽ നേരത്തെ തന്നെ മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഖുറാനികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദിനെ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദികൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്ക് പണി തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ മടവൂരികളോടും പറയാറുള്ളത്. ഇവിടെ വേദി കെട്ടിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെ വിശ്വാസിലാക്കി ചേരിച്ചുകൊണ്ട് ശിർക്കിലേക്ക് പോയി എന്ന് ആരോപിച്ചില്ലേ. എന്താണ് ഞങ്ങൾക്ക് ദൈവമെന്ന് ശിർക്കെന്ന് നിങ്ങൾക്ക് പറയേണ്ട ബാധ്യതയുണ്ട്. എല്ലായിടത്തും പറയുക എന്നല്ലാതെ ഇന്ന് വരെ ആശയം വ്യക്തമാകുന്ന ലേഖനം വായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഒരു പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇതുപോലെ മടവൂരികളും കുടൂരികളും കാണിക്കുന്ന അതേ തട്ടിപ്പ് മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്നതല്ലാതെ ഇന്നുവരെ നിങ്ങൾക്ക് ജിന്നുകളോട് വിളിച്ചു തേടുന്നവർ ഇവിടെ ഉണ്ട് എന്നോ ആ വാദം കേട്ട്
ജിന്നുകളോട് വിളിച്ചു പോരുന്ന മുജാഹിദ് പ്രവർത്തകനുണ്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെ പേരാണെന്നോ അനവധീയമാണെന്നോ പറഞ്ഞ് നിങ്ങൾ ഇടങ്ങി കേൾപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്കും ആ ബാധ്യതയുണ്ട് എന്ന് അന്ന് നിങ്ങൾ അവരോട് പറഞ്ഞതെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. കേട്ടോളൂ. കേട്ടോ, വളരെ വ്യക്തമായി പറയുകയാണ്. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം എന്താ പറഞ്ഞത്? ജിന്ന് സ്ത്രീകളിപ്പോ ചിരിക്കാൻ വലിയ കാത്തിട്ടുണ്ടാവും. പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തൊരു കിട്ടോട്ടേക്കണം. മനസ്സിലായോ? വലിയ ചിരിയെന്നതൊക്കെ പറയുമ്പോഴേ ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എനിക്കറിയാം. അതുകൊണ്ട് നന്നായി ലിക്കിലിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്നേ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് ജിന്നിന് കഴിയുന്നു. ശിർക്ക് കാരണം ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ശിർക്ക്. ആയിക്കോട്ടെ. 1, 2 അവരോട് പറയണേ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു വെളിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പെട്ടെന്ന് നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സലാഹിയല്ല, പാലത്തല്ല. അമാനി മൗലവി എന്റെ ആയത്തോലിക്കൊണ്ട് അമാനി മൗലവി പഠിക്കട്ടെ. 2000 അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ട് നേരെ ഒരു അർത്ഥം പറയാൻ പറ്റാത്തമാരെ മതി. സഹോദരങ്ങളെ, ഇനി അമാനുവിലേക്ക് ഓതി കൊടുത്തിട്ട് കാര്യമില്ല. ഇനി അമാനുവിലേക്ക് ഓതി കൊടുക്കേണ്ട കാര്യം അമാനുവിലേക്ക് റഹ്മത്തുള്ള അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഓതി കൊടുക്കേണ്ട ആൾക്കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ ബഹുമാനായ കാതലായിരിക്കും. അതുപോലെ തന്നെയുള്ള അനവധി പ്രമാണിമാരും അതുപോലെ നേതാക്കന്മാരൊക്കെ KK പ്രദ്ദുള്ളയെ പോലെ നാസർ സുന്നമി എന്ന മടമുറി ചാരന്മാരെ പോലെയുള്ള ആളുകളെ ഉപയോഗിച്ച് അബ്ദുറഹ്മാൻ സലഫിയുടെ വ്യക്തിമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ ആളുകൾക്കൊന്ന് ഓതി കൊടുക്കുക. നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമല്ലല്ലോ, നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലല്ലോ, നിങ്ങൾക്ക് ദീനിനോട് സ്നേഹമില്ലല്ലോ. അതുകൊണ്ടല്ലേ കോഴിക്കോട് അരങ്ങേറിയ ആ പരിപാടിയിൽ എന്ത് പറഞ്ഞത്? നിങ്ങൾ ഉണ്ടാക്കിയ അനുഭവ കമ്മിറ്റിയുടെ ISMന്റെ നേതാവ് അബ്ദുൽ മജീദ് സലാഹി എന്ന് പേര് പറയാൻ പേടിയാണ്. അതുകൊണ്ട് അബ്ദുൽ മജീദ് എന്നതും പവിത്രമായ പത്തിന്റെ സുഖത്ത് വെച്ചുകൊണ്ടുള്ളൊരു പേരാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പിന്നെ സലാഹി എന്നത് യഥാർത്ഥത്തില് ഈ സമൂഹത്തിന് ഖുർആനിലേക്കും സുന്നത്തിലേക്കും നയിച്ച് സലഫിയത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പണ്ഡിതനാണ്. പക്ഷേ ആ പേരെല്ലാം ലഭിച്ചിട്ടും സത്യത്തിൽ സംസ്കാരം നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അബ്ദുൽ മജീദ് സലാഹി എന്ന് പറയുന്ന വ്യക്തി എന്താ പറഞ്ഞതെന്നല്ലോ, മതം സുരക്ഷയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ISMന്റെ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ചില മനസ്സുകളിൽ സ്വാധീനമുണ്ടായി, നല്ല മാറ്റങ്ങളുണ്ടായി. കാരണം എന്താ? അന്ധവിശ്വാസത്തിനെതിരെയും അനാചാരത്തിനെതിരെയും ശിർക്കിനെതിരെയും അവിശ്വാസത്തിനെതിരെയും ശക്തമായി ആഞ്ഞടിച്ച് മുന്നേറുകയാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഇൻസൈറ്റ് എക്സിബിഷൻ വമ്പിച്ച മാറ്റങ്ങളാണ്. ഇതിനിടയിലെ മതം സുരക്ഷയാണെന്ന ക്യാമ്പയിൻ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നില്ല. ആളുകൾക്കുള്ള ഏശില്ല. കാരണം എന്താ? പണ്ട് മടവൂരിയാളും നല്ല നല്ല പേരൊക്കെ വെക്കും, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇത് പറച്ചിൽ മുഴുവൻ ജിന്ന് പിശാച് വല്ലാത്തൊരു വർത്താനില്ല. ആളുകൾക്കാണ് പോകാൻ തന്നെ മതി. അതിന്റെ ഒരു പെൻഷൻ തീർത്തുകൊണ്ട് മതം സുരക്ഷയാണെന്ന ക്യാമ്പയിൻ അല്ല നിങ്ങൾ പറയേണ്ടത്, മറിച്ച് ക്വാണ്ടം സുരക്ഷയാണ്, കോപ്പർട്ടി ഇട്ടുകൊടുത്ത് സുരക്ഷ ഉണ്ടാക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ സഹോദരങ്ങൾ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാനുണ്ട്, കാരണം നിങ്ങളിൽ പണ്ഡിതന്മാരില്ലല്ലോ, നിങ്ങളുള്ളത് ആരാണ്? നിങ്ങളുള്ളത് ഇതുപോലെയുള്ള കമാൻഡർമാരാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കമാൻഡർമാരെ അവരവരുടെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്. CP സലീമിനെ ഉദ്ദേശിച്ച CP സലീം ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ISMന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് നിനക്കയിലുണ്ടല്ലോ.
അന്നെന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ സഹോദരങ്ങളെ വേറിട്ട് പോന്നപ്പോൾ ഈ രൂപത്തിൽ ആക്ഷേപിക്കുക. ആ ഭാഗം വേണമെങ്കിൽ നിങ്ങളൊന്നും കേട്ടോളൂ. പ്രാന്തം സുരക്ഷയാണ്, അതല്ലെങ്കിൽ വന്ധീകരണ പ്രവർത്തനമാണ് നടത്തേണ്ടത്, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ചുഴറ്റിയാണ് വേണ്ടത്. മനുഷ്യരെ പരിഹസിക്കുന്ന ഏർപ്പാടാണ് ആ കൂടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാന്തം സുരക്ഷയാണ്, അതല്ലെങ്കിൽ വന്ധീകരണ പ്രവർത്തനമാണ് നടത്തേണ്ടത്, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ചുഴറ്റിയാണ് വേണ്ടത്. മനുഷ്യരെ പരിഹസിക്കുന്ന ഏർപ്പാടാണ് ആ കൂടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂടാരത്തെയാണോ തിരിച്ചുവിടപ്പെട്ട അയ്യസമുകാരനും വെള്ളസേവകാരനും തടഞ്ഞു നടക്കുന്നതെന്ന് ഞാൻ വിപരീതമായി ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ നാട് നീളെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശമല്ല വിഷയം. പണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിപ്പോയ ആളുകൾക്കും ആദർശ വ്യതിയാനം ഉണ്ടായിരുന്നില്ല എന്നാണ് പല മഹാന്മാരും ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആദർശ വ്യതിയാനത്തിന്റെ പേരിലല്ലേ 3-4 പ്രാവശ്യം പ്രസിഡന്റുമാരായും സെക്രട്ടറിമാരായിക്കൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ പരിഹസിച്ച് മുജാഹിദ് സംഘടനകളിൽ നിന്നിരുന്നത്. അതെല്ലാം അനുഭവിച്ചതിന് ശേഷം സ്ഥാനം പോയപ്പോൾ ഈ സന്ദർഭത്തിൽ പറയുകയാണ് ആദർശ വ്യതിയാനമല്ല, അത് തിക്കിത്തിരക്കവരെ പുറത്താക്കിയതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തിക്കിത്തിരക്ക് പുറത്താക്കുന്നത് എന്നാണ് ചില പണിയില്ലാത്ത അധ്യക്ഷന്മാരും അതുപോലെ തന്നെ കമ്പൗണ്ടർമാരും ഇപ്പോൾ മൈക്കയുടെ മുന്നിൽ നിന്നുകൊണ്ട് വാചിടുന്നത്. കേരളം മുജാഹിദ് കേരളം പരിഹസിച്ച് തന്നതേയുള്ളൂ ഇത്തരത്തിലുള്ള വിദഗ്ധവാദങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില കുടുംബങ്ങൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിമാന്താൻ ഒരുങ്ങിയ ദയനീയമായ അവസ്ഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചില കുടുംബങ്ങളുടെ പ്രധാന തെരുവ് പ്രസ്ഥാനത്തിന്റെ അടിമാന്തിലായിരുന്നതാണ്. ഈ പ്രസ്ഥാനം വെച്ച് നിൽക്കുന്ന ബിഷപ്പ് ശിവൻ പോലുള്ള ജോലിയിൽ നിന്ന് അതിന് കിട്ടുന്ന മറ്റാപ്പിച്ചകൾ മുഴുവൻ മുറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ആണിക്കല്ലുകൾ വാഴുവാൻ വേണ്ടിയാണ് ചില വാസമാരും മക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പൗണ്ടർമാർ വഴിയാണ് എടുക്കേണ്ടത്. അവരെന്താണ് ചെയ്യേണ്ടത്? മതം സുരക്ഷയാണ് എന്നല്ല പറയുന്നത്, ഫണ്ട് സുരക്ഷയാണ്. അതല്ലെങ്കിൽ വന്ധീകരണ പ്രവർത്തനമാണ് നടത്തേണ്ടത്, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി സുരക്ഷയാണ് വേണ്ടത്. അതിന് സഹോദരങ്ങളെ പറയാൻ ഉറപ്പില്ലെങ്കിൽ കേൾക്കാൻ നമുക്ക് പ്രയാസമുണ്ട് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലൊക്കെ നല്ല ചുട്ട മറുപടി നമ്മുടെ നാവിൻ തുമ്പത്തുണ്ട്. പക്ഷെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പച്ചയ്ക്ക് വിശദീകരിക്കാത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും സുരക്ഷ മതം തന്നെയാണ്. മജീദ് മുസ്ലിയാരെ, ഞങ്ങൾക്ക് മതം തന്നെയാണ് സുരക്ഷ. കാരണം എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലക്ഷ്യം സ്വർഗവിജയം, നരകമോചനമാണ്. പണം ചെറുപ്പിയാലിനാരി ഒടുക്കൽ ജന്നത്തെ പക്കമുണ്ടാകും. ആ വിജയികളെയൊക്കെ ഞങ്ങൾ പോണത്. എന്നാൽ നിങ്ങൾ പറഞ്ഞല്ലോ ക്വാണ്ടം സുരക്ഷയാണ് എന്ന ക്യാമ്പയിനാണ് നടത്തുന്നത്. അത് സ്വന്തം പാർട്ടിയോട് പറഞ്ഞു കൊടുത്തു. കാരണം എന്താ? ഫർള് പോലെ നിസ്കരിക്കാത്ത അനവധി പണ്ഡിതന്മാർ ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഭൗതിക ലക്ഷ്യം മാത്രം പിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നുകൂടിയ അനവധി പ്രധാനിമാർ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള പ്രധാനിമാരും ഫർള് പോലെ നിസ്കരിക്കാത്ത പണ്ഡിതന്മാരുമുള്ള ആ കൂട്ടായ്മക്കാണ് ഇത്തരത്തിലുള്ള സുരക്ഷ ഉള്ളത്. ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് വൃത്തികേടുകൾ മാത്രം ചിന്തിച്ച് അത് വായിലൂടെ പറയുന്ന സംസ്കാരം നിർത്ത്. അല്ലെങ്കിൽ ഈ പവിത്രമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വേദി മാറ്റി വേറെതെങ്കിലും വേദിയിലേക്ക് കൈമാറിക്കോ. അതാണത്. ആരോപണങ്ങൾ കൊണ്ട് ഓട്ടയടച്ചിട്ട് ഒരു കാര്യം നിലനിൽക്കൂല. ഇവിടെ വന്നിട്ട് സഹോദരങ്ങൾ എന്തൊക്കെയാണ് ആരോപിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തില് ശിർക്കിലേക്ക് വിഭാഗം പോയി എന്നത് ആരോപണമാണ് എന്ന് നമ്മൾ പറയുന്നു. അത് ശരിയല്ല. മറിച്ച് ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. എന്താ പോയത്? സാധാരണക്കാരനായ ഒരു സാധാരണ മനുഷ്യന്റെ സാധാരണ ചോദ്യം, അതിനുപോലും ഉത്തരം പറയാൻ ആളുകൾക്ക് കഴിയില്ല എന്നാണ് ഖാദറാജി സാഹിബോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ആരോപണം ഒന്ന് ഉന്നയിക്കട്ടെ. കൃത്യമായി നിങ്ങൾ ഒന്ന് കേട്ടോളൂ. പുഴക്കരയിൽ മുളയിൽ വീണതാണ് കരയിലുള്ള ജിന്നോട് വിളിച്ച് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് നമ്മുടെ വാദം. അതാണ് നമ്മുടെ വ്യതിയാനം. എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ദയനീയമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധരിച്ച ആളുകൾ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ കേൾക്കും. ചോദ്യങ്ങൾ ചോദിക്കാം. അതൊക്കെ ഇവിടെ എല്ലാവരും വിട്ടുകളി. ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുഴുവൻ ഇരിക്കാൻ പോവുക, അവിടെ ജിന്നുണ്ട് എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ച അത് ശിർക്കല്ല സെൽഫി. ഞാൻ പറയില്ല. അതിന്റെ സെൽഫി നിങ്ങൾ പറയാത്തത് ഞാൻ പഠിച്ചിട്ടില്ല. ഇതാണ് മറുപടി. ഇതാണ് എല്ലാ മക്കളും. എന്നൊപ്പം എന്റെ മക്കളാണ് വളരെയധികം വൈഭാഷയിൽ
ഈ മക്കളോട് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു. പക്ഷേ മക്കളെ ഇസ്ലാഹിയെ കൊണ്ടുവന്ന മക്കളോട് പറയട്ടെ, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കാതെ പോയാൽ നിങ്ങളോടുള്ള കടപ്പാട് ഏറ്റവും കൂടുതലെടുത്ത് ഞങ്ങൾക്ക് തന്നെയാണ്. ഇത് അധികാരത്തിന്റെ ഫോക്കസാണ്, അതല്ലെങ്കിൽ സംഘടന പിടിച്ചെടുക്കാനുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാണ് പണ്ടുമാർ ഊരികൾ 2002 ഈ സെക്രിയാസാഹിയെ മർദ്ദിക്കാൻ വന്നപ്പോൾ ഈ ഉള്ളവൻ തന്നെയായിരുന്നു. PN അബ്ദുൽ ലത്തീഫിനെ ഒരിക്കൽ വെച്ച് ജാമിയ ശരീഫിൽ വെച്ച് മർദ്ദിക്കാൻ വന്നപ്പോൾ ഈ ഉള്ളവൻ തന്നെയായിരുന്നു PN-നെ പിന്നിലാക്കി മുന്നിൽ നിന്നത്. പക്ഷെ ഇപ്പോൾ കേരളത്തിന് മുന്നിൽ ലെറ്റർപേരിനെ പരിഹരിച്ച് നടക്കുന്നു. PN അബ്ദുൽ ലത്തീഫ് പട്ടാളപ്പള്ളിയെ ഖത്തീബായിക്ക് കുവൈറ്റിലെ പ്രമാണിയായി മാറിയത് കേരളത്തിന്റെ ലെറ്റർപേരിൽ കൂടിയാണ്. മറക്കരുത് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, എന്ത് കഴിവ് കിട്ടിയിട്ടില്ലെങ്കിലും അതൊന്നും മറക്കൂല. അത് മറക്കാത്തതുകൊണ്ടാണല്ലോ ആ ഒരു ഓർമ്മ നിലനിൽക്കണമെന്നാണല്ലോ ഏതാനും ചില പ്രമാണിമാരും അതുപോലെ തന്നെ ചില ആദർശബോധമില്ലാത്ത പണ്ഡിത ഫോക്കസും അവരെ പിന്തുടരുന്ന ചില ആളുകളും ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇത് വിട്ടൊഴിഞ്ഞു പോകാതെ നമ്മൾ കാത്തിരിക്കുന്നത്. ചവിട്ടി പുറത്താക്കിയിട്ടും ചവിട്ടുന്ന കാര്യം പിടിച്ചു വെക്കുക, നിങ്ങൾ പുറത്താക്കുവായി നമ്മൾ പോകൂല എന്നാ പറഞ്ഞത്. നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് വേറെ പോയി ഉണ്ടാക്കിയല്ലേ വേണ്ടത്. നിലവിളികളെ പോലെ 999 പുറവരയിൽ രജിസ്റ്റർ ചെയ്തോ, അതുപോലെ തന്നെ വേറൊരു ഈ ISL സ്വന്തമായി രജിസ്റ്റർ ചെയ്തോ. ഇതിൽ സംവിധാനം ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം ഏതോ 2-3 ആളുകൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല, ഇതങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല. നാമാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത്, നാമാണ് ഇതിന്റെ അവകാശികൾ എന്ന ബോധം അണികൾക്കുണ്ടാക്കുക, മുജാഹിദ് ജനതയ്ക്കുണ്ടാക്കുക. ഇൻഷാ അല്ലാഹ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും ആ പരിവർത്തനം ഇവിടെ കടന്നു വരുമ്പോ പിന്നെ ലെറ്റർബോർഡും സീലും പള്ളിയും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് മാറിക്കോളും. അതുവരെ ഈ രൂപത്തിലുള്ള ചില അഹങ്കാരത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോകാം. അതിന് അല്ലാഹു തആല ചില ആളുകൾക്ക് അങ്ങനെ അവസരം കൊടുക്കുകയാണ് ഈ ചിന്മയിൽ ഗ്രഹിക്കുവാൻ വേണ്ടി, അല്ലാതൊന്നുമല്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് MSFന്റെ കുട്ടികളോട് മക്കളെ നിങ്ങൾ വഴിതെറ്റിപ്പോയത് എന്ന് പറയുന്നെങ്കിൽ ആ ആത്മാർത്ഥത ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ഇവിടെ തടിച്ചുകൂടിയത് നിങ്ങൾ മനസ്സിലാക്കണം. ആരോപണം മാത്രമാണത്. സക്കരിയാ സലാഹി പുഴയിൽ വീണാൽ കരയിലെ ജിന്നിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ആ ചർച്ച നടക്കുന്നത് തന്നെ ഒരു ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ച് ഫോണിലൂടെ അയവതിട്ടവള സംസാരിക്കുമ്പോഴാണ്. ആ സംസാരിച്ച് പലതും പറഞ്ഞ കൂട്ടത്തിൽ വിശദീകരണം നൽകിയ കൂട്ടത്തിൽ ഒരു വിശദീകരണം എന്താണ്? മനസ്സിൽ പ്രാർത്ഥനയില്ല. ശബ്ദം കേൾക്കുന്നിടത്ത് പിന്നെ സാന്നിധ്യം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ അതിന്റെ വിധി എന്താണ്? അവസാനം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജിന്നില്ല, അങ്ങനെ ചോദ്യമില്ല, റസൂല പഠിപ്പിച്ചിട്ടുമില്ല, എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അല്ല ഉസ്താദ്, എന്റെ ചോദ്യം മനസ്സിൽ അബോധികയില്ല, മനസ്സിൽ ഒരിക്കലും തന്നെ പ്രാർത്ഥനയില്ല. ശബ്ദം കേൾക്കുന്നിടത്ത് ആ ശബ്ദപരിധിയിൽ ഒരു ചിഹ്നുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്, സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. അങ്ങനെ ആ സാന്നിധ്യം ഉറപ്പിച്ചിട്ട് ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിച്ചാൽ അതിന്റെ വിധി എന്താണ്? അപ്പൊ പറഞ്ഞുകൊണ്ട് അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്. കാരണം എന്താ? ശിർക്കാണ് എന്ന് പറയാത്തത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രാർത്ഥന മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഹുക്കുമ് പണ്ഡിതന്മാർ പറഞ്ഞു പോകുന്ന ഒരു ഹുക്കുമ് അത് വിശദീകരിച്ചത് മാത്രമേ കേൾപ്പിച്ചിട്ട് സക്കരിയാ സലാഹിനെ പഴച്ച വാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, റെഡിമേഡ് പ്രസംഗമാണ് മുസ്ലിയാർ കാച്ചുക, പിന്നെ അവിടെ വരില്ല. ഒരിക്കൽ ഇതുപോലെ ഒരു ആരോപണത്തിന്റെ ബോംബിട്ടു. സക്കരിയാ സലാഹി തന്നെ നേരിട്ട് വന്ന് അതിന് മറുപടി നൽകി, പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ആ മറുപടിയിൽ സക്കരിയാ സലാഹി വ്യക്തമായി ആരോപണം പറയുന്നു, അതിന് മറുപടി നൽകുന്നു. അനസ് മുസ്ലിയാർ കേൾപ്പിട്ടുകൊണ്ട് തന്നെ കേൾപ്പിക്കുന്നു. കേട്ടോളൂ. ഇവിടെ ആക്ഷേപം പറഞ്ഞല്ലോ, റേഞ്ചിലുള്ള ജിന്ന് കേൾക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തൗഹീദിൽ പഴച്ചൂന. അങ്ങനെ പറഞ്ഞിട്ടില്ല. യാ ഇബാദുല്ലാഹ് അഗീസൂനി എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അബ്ദുൽ ജബ്ബാർ മോദി എഴുതിയതിനെ അമ്പലക്കടൽ ഫൈസി അത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ അനസ് മുസ്ലിയാർ കൊടുത്ത മറുപടി എന്തായിരുന്നു? ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ. കണ്ടോ ആ വാദം കൊട്ടിവച്ചാണ്. ഒരു വിജയമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യൻ വിളിച്ചു പറയാം, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന തെറ്റതിൽ
ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ? ചിലപ്പോ ഞാനും നോക്കിയിട്ടുള്ളൂ. ശബ്ദം കേൾക്കുന്നിടത്ത് ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, ശബ്ദം കേൾക്കുന്നിടത്ത് മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ, മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരത്തിൽ വിളിച്ചാൽ അത് ശരിക്കല്ല, അഭൗതികമല്ല, കാര്യകാല ബന്ധത്തിൽ അധികമല്ല. അതിനെവിടുന്നാ കിട്ടിയത് ജിന്നിനോട് പ്രാർത്ഥിക്കാം? ഇതല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. പുഴക്കരയിലുള്ള ഒരു ജിന്ന് എന്നെ കുടിച്ചോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിക്കാവുക? കണ്ടോ? റേഞ്ചിനകത്തുള്ള മലക്ക് ജിന്ന ഉണ്ടെങ്കിൽ ശരിക്കാവുക. ഒന്നുകൂടി കേൾപ്പിച്ചെടുക്കും. ഇതിന്റെ മനസ്സിലുണ്ടാകണം എപ്പോഴും മുസ്ലിയാരെ വാക്ക്. ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യൻ വിളിച്ചു പറയാം, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നാ തെറ്റതിന്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ? അപ്പൊ അതിനല്ലേ ഇപ്പൊ റേഞ്ചിനകത്തുള്ള ജിന്ന്, റേഞ്ചിനകത്തുള്ള മലക്ക് കേൾക്കുമെന്ന് വിചാരിച്ച് വിളിച്ചാൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല. ഇയാളെ വീട്ടിൽ പോയി പറഞ്ഞല്ല, സംഘടനാ വേദിയിൽ വെച്ച് മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത സ്റ്റേജിൽ വെച്ച് മുജാഹിദുകൾ പ്രസ്ഥാനത്തിന്റെ നിലപാട് വെച്ചതാ. ഇയാളെ പോക്കറ്റിൽ നിൽക്കുന്ന മറുപടി അല്ലാതെ ഇത് മുജാഹിദുകൾ പണ്ടേ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ഇത് 1980-കളിൽ ചെറിയ മുണ്ട വഴി. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഈ പുള്ളാക്കൊണ്ട് വെളിച്ചെറിയുന്ന ഈ ഏർപ്പാട് നമ്മളെല്ലായിടത്തും ഇങ്ങനെ കേൾപ്പിട്ട് കേൾപ്പിക്കുമ്പോൾ മനസ്സുപോലേക്ക് വല്ലാത്ത വേദന. അദ്ദേഹം പറയാണ്, ഇപ്പൊ എല്ലാ ക്ലിപ്പാ എല്ലാവർക്കും കേൾപ്പിക്കുന്നത്. എന്താ കേൾപ്പിക്കാൻ? കാരണം ഇദ്ദേഹം പണ്ട് സിഗരറ്റ് വലിച്ചെറിഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴും പ്രശ്നക്കാരനാണ് പറയുന്നത് തെറ്റല്ലേ? എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം കെട്ടിക്കൊടുത്ത വേദിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മുജാഹിദ് പണ്ഡിതന്മാരുടെ പിൻബലത്തിൽ അവതരിപ്പിച്ച രേഖകളാണ്. ആ രേഖകൾ ഒറ്റയടിക്ക് അബ്രഹ്മാതലി മാറ്റാന്ന് പറഞ്ഞു, അയാളെ മാറ്റി. എന്നിട്ട് ഓബീദ് കഴിഞ്ഞ് അത് ഓബീദോ അത് നിർവഹിച്ചാൽ അങ്ങനെ മാറുമോ? അങ്ങനെ എല്ലാവർക്കും മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ഈ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്നതിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ രാജിവെച്ച് പുറത്തേക്കാൾ പോകാം. എന്നാ പിന്നെ ഈ ക്ലിപ്പൊക്കെ മനസ്സിലായി, പിന്നെ ഇടാൻ പറ്റൂല. നിങ്ങളിതിന്റെ നിങ്ങളിതിന്റെ അകത്ത് ഉള്ളിടത്തോളം കാലം ഈ ക്ലിപ്പുകൾ പല്ലിളിച്ച് നിങ്ങൾക്കെതിരെ തെളിവായി കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, സത്യത്തിൽ ഇവിടെ സക്കരിയാസലായി പറഞ്ഞ ഈ ഒരു മറുപടി, ഇനി അതേപോലെ തന്നെ അദ്ദേഹം പിന്നീടൊരു ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി നൽകി. എന്താ ചോദ്യം? ചോദ്യം എന്താണ്? ചോദ്യം, ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു ജിന്നുണ്ട്, ആ ജിന്നിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ആ ജിന്നിനോട് ആ ജിന്നിന്റെ കയ്യിൽപ്പെട്ടൊരു കാര്യം അത് ചോദിക്കുമ്പോൾ അതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ സക്കരിയാസലാഹി പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യമൊക്കെ അസ്ഥാനത്ത്, കാരണം കയ്യിന്റെ ഉള്ളനടിയിൽ ഒരു രോമം മുളച്ചാൽ തടവണോ വേണ്ടേ എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് പറഞ്ഞ പോലൊരു ചോദ്യമല്ലേ? സാങ്കല്പികല്ലേ? സാങ്കല്പിക ചോദ്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്, സാങ്കല്പിക ചോദ്യം. ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കലല്ലേ ഉത്തമം. ഒരു സംഭവം ഉണ്ടായപ്പോ ഒരു ചോദ്യകർത്താവ് ചോദിച്ചതാ, സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കലല്ലേ ഉത്തമം. സാങ്കല്പിക ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ നിർബന്ധിതമായി മറുപടി കൊടുക്കും. ആ കൊടുക്കുന്ന മറുപടി സംഘടനക്കനുസരിച്ചാകാൻ പറ്റൂല, തന്നിഷ്ടത്തിനനുസരിച്ചാകാൻ പറ്റൂല, ബുദ്ധിക്കനുസരിച്ചാകാൻ പറ്റൂല. അത് സലഫിയ്യത്തനുസരിച്ചാകണം, പ്രാമാണികമാകാം. അതുകൊണ്ട് സക്കരിയാസലാഹി പ്രാമാണികമായുള്ള മറുപടി കൊടുത്തു. അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തലച്ചോറിന് ഡിസ്കില്ലെങ്കിൽ ആ ഡിസ്ക് ഉണ്ടാക്കാനല്ലാതെ സക്കരിയാസലാഹി പറഞ്ഞതിനെ വിമർശിച്ചു നടക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? കാരണം സഹോദരങ്ങളെ, സക്കരിയാസലാഹിയോട് ചോദിച്ച ചോദ്യം അതാണ്. ആ ചോദ്യത്തിൽ സക്കരിയാസലാഹി പറഞ്ഞ എന്താ? സാങ്കല്പികമായ ഒരു മറുപടി. സാങ്കല്പിക ചോദ്യമാണ് ചോദിച്ചത്. സാങ്കല്പിക ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ട് സക്കരിയാസലാഹി പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരു ജിന്ന സുഹൃത്തുക്കൾക്കുണ്ട്, ആ ജിന്ന സുഹൃത്തായിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സംസാരിച്ചാൽ അതിന്റെ അബൗദ്ധികത എന്താ, അത് ശിർക്കാണോ എന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന് സക്കരിയാസലാഹി പറയാണ്, നിങ്ങളെ ജിന്ന സുഹൃത്തായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നത്, ആ മീൻ പിടിക്കാൻ പോയി ഇങ്ങനെ കരിയിൽ നിന്ന് മീൻ ഇങ്ങനെ പിടിക്കുമ്പോ
വലിയൊരു മീന് കൊത്തിയിട്ട് നിങ്ങളെ കറികൾക്ക് വെള്ളത്തിങ്ങൾ തള്ളിട്ടു. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ജിന്ന് സുഹൃത്തുക്കളൊപ്പം ഉണ്ടല്ലോ, സുഹൃത്തല്ലേ, ജിന്ന് സുഹൃത്താണ് നിങ്ങളായിട്ട് ജിന്നേറ്റ് നിങ്ങൾ അത്ര സുഹൃത്തുമാണ്. അപ്പൊ ഇന്നെ എന്തെന്ന് പിടിക്കുക പറഞ്ഞാൽ അതായത് ശിർക്കാവോ, അത് ശിർക്കാവോ എന്ന് ചോദിക്കും. അവിടെ നിർത്തിയല്ലോ, അത് ശിർക്കാവൂല എന്ന സക്രിയാക്കറായിയുടെ വാദം. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി ഗുണവും ദോഷവും പ്രതീക്ഷിക്കുമ്പോഴാണ് സത്യത്തിൽ അവിടെ പ്രാർത്ഥന വരിക. ഇത് അതല്ല, ഇത് ശബ്ദം കേൾക്കുന്ന പരിസരത്ത് സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു വിളിയാണ്. ഇതാണ് അങ്ങനെ ഉണ്ടാവോ? ഇല്ല, സങ്കല്പിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. അപ്പൊ നാ ഒറ്റടിക്കതന്നെ ശിർക്കാന്ന് പറഞ്ഞുകൂടെയാണ്. ശിർക്കാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും. അതെന്താ ചോദ്യം? അടുത്ത ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ യാ ഇബാദല്ല ഹീറോണി എന്ന ഹദീസ് ദുർബലമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ മറ്റൊരു ശിർക്കില്ല എന്നാണല്ലോ ലോക സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത്. നിങ്ങളീ പറഞ്ഞ തത്വപ്രകാരം ശബ്ദം കേൾക്കുന്നവർക്ക് ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചാൽ ശിർക്കാകൂലെങ്കിൽ, അത് ശിർക്കാണെങ്കിൽ യായിബാദല്ല ഈ ശിർക്കാന്റെ എന്ന് ചോദിക്കും. അപ്പൊ യായിബാദല്ല ഇങ്ങനെയുള്ള ഹദീസിന്റെ മറ്റൊരു ശിർക്കാന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത് ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അമരക്കാരെന്നറിയപ്പെടുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാര്, ഇമാമുകൾ ഇവരൊക്കെ ശിർക്ക് ചെയ്തവരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ വാദപ്രകാരം അവരൊക്കെ ശിർക്ക് ചെയ്തവരാണെന്ന് വാദിക്കേണ്ടി വരും. അപ്പൊ 2012 വരെ അവരൊന്നും ശിർക്കിലല്ല, 2000 അവർ വാദിച്ചിരുന്നത്. അപ്പൊ ആ വാദങ്ങൾ മാറ്റിയോ? മാറ്റി. ഇതൊക്കെ ഇതിന്റെ പിന്നിൽ വരാണ്ട്. അതുകൊണ്ട് ഈ കുസൃതി ചോദ്യങ്ങൾക്കെല്ലാം ഓട്ടയടക്കുന്ന പണ്ഡിതബന്ധമായ ഒരു മറുപടി സക്കരിയാസലാഹി പറഞ്ഞു. അത് വലിയ ഒരു ആണത്തലയാക്കിയിട്ടാണ് ഇപ്പൊ എല്ലായിടത്തും അനസൂസിയാർ കൊണ്ടുവരുന്നത്. കാരണം എന്താ? ജീവവായു നിലനിൽപ്പ് അതല്ലേ ഉള്ളൂ, ആ നിലനിൽപ്പ് അതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊണ്ടെടുക്കുക. എന്നാ സഹോദരങ്ങളെ, ഈ സക്കരിയാസലാഹി അവിടെ ഹറാമാണെന്നും അത് വസീലത്ത് ശിർക്കാണെന്നും അങ്ങനെ കുട്ടിയെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാന്നും സാങ്കല്പിക ചോദ്യം അതുകൊണ്ട് സാങ്കല്പിക മറുപടി പറഞ്ഞതാവും എന്നൊക്കെ അനസൂസ് സക്കരിയാസലാഹി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് കെട്ടിക്കൊടുത്ത വേദിയിൽ ഒരു മടവൂരി അനസമുസ്ലിയാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ? ശിർക്കാകാത്ത സഹായത്തേറ്റം ജിന്നിനോട് പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ ജിന്നിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? ഇതിന് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമെന്നാണ് അനസമുസ്ലിയാർ ഇവിടെയും ചോദിച്ചു. നിങ്ങൾ ഈ പഴച്ച വാദത്തിന് ഖുർആനിലോ സഹീഹ് ഹദീസിലോ ഒരു രേഖ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന സഹോദരങ്ങളെ, ഈ തർക്കത്തിലിരിക്കുന്ന ഇത്തരത്തിലുള്ള വാദങ്ങൾ കൃത്യമായി വിശദീകരിക്കുമ്പോൾ അനസമുസ്ലിയാർ ഏതായത്ത് ഹദീസ് ഓതിയത്? ആ ആയത്ത് ഹദീസ് തന്നെയാണ് അതിൽ തെളിവുള്ളത്. വ്യക്തമായി നിങ്ങൾ കേട്ടോളൂ. അനസമുസ്ലിയാർ സക്കരിയാസലാഹി പറഞ്ഞ പോലെ തന്നെ പറയാണ്. ഒറ്റയ്ക്ക് ശിർക്കാണെന്ന് ചോദിച്ചാൽ ജിന്നിലുള്ള സഹായത്തിന് ശിർക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. എന്തേ പറയാത്ത? ഇപ്പത്തെ കണക്ക് പറയാൻ സെക്കൻഡ് പറഞ്ഞില്ല ശിർക്കാന്ന് പറയാൻ. ആ അനസമുസ്ലിയാർ പറയണം അങ്ങനെ പറയാൻ പറ്റൂല, മസിൽ പിടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റൂല. കേട്ടോളൂ. സഹായം തേടിയാൽ ശിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്കാകുമോ അല്ലേ? ആളല്ലേ ശിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കണം. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടവൂർ രൂപമൊന്നുമല്ല, ഞാൻ അനുഭവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആൻ സുന്നത്തനുസരിച്ച് മറുപടി പറയുക. ഞാനിപ്പോഴൊക്കെ ഓതിയത് വെറുതെയാ. ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അത് ഷിയാക്കത്തിൽ ഖുർആൻ എടുക്കുന്നത് ആ ആയത്തിൽ ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അവർ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അവർ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ശിർക്കാണ് ബലം പിടിച്ച് വസപിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. എന്താണ് മറുപടി? അടിവരായിട്ട് കേൾക്കണം. ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ബലം പിടിച്ച് വസൂല് പിടിച്ച് ശിർക്കാണെന്ന് പറയാൻ എളുപ്പമാണ്. അത് ഞാൻ പറയില്ല പറഞ്ഞത് മുമ്പ്. എന്തൊക്കെ പറയാതിരുന്നത്? അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? ആ സഭ ഞങ്ങൾക്ക് കിട്ടണ്ടേ? അത് ഭൗതികമാണ്. പാരത്രിക രോഗം വിട്ട് നൈമിഷിക രോഗത്തേക്ക് നിങ്ങൾ നീങ്ങിയതാണ് എന്നുള്ളത് വ്യക്തമാണ്. കേട്ടോളൂ നിങ്ങൾ. ഇപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ശിർക്കാണ് ബലം പിടിച്ച് വസൂല് പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും.
അപ്പൊ ഞാൻ അത് പരിഗണിക്കണം. ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ച ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് നേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി വന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന്, ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിഹാസ് നടത്തിയവരുണ്ട്, പിശാചുക്കൾ തവക്കുലാക്കിയവരുണ്ട്, ഖുർആനൊക്കെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേരിട്ട് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. അതാണ് സഹോദരങ്ങളെ അനുസരിക്കാൻ കഴിയ മറുപടി. ഇനി നിങ്ങൾ ആലോചിക്കൂ, സക്കരിയ സ്വലാഹിക്ക് നേരെ ഇന്ന് ശിർക്ക് ആരോപിച്ച് നടക്കുന്ന ഈ ചൂണ്ടൽ സുഹൃത്തിനെയും അതുപോലെ തന്നെ ഈ ജിന്ന് സുഹൃത്തിനെയും അതുപോലെ തന്നെ മുഴക്കലിയുമായി നടക്കുന്നതിനുള്ള അനസംസ്കാരം സക്കരിയ സ്വലാഹി പാലിച്ച സൂക്ഷ്മത ഇവിടെ ഒന്നും പാലിച്ചിട്ടില്ല. സക്കരിയ സ്വലാഹി ആ ചോദ്യം ഒഴിവാക്കി. ചോദിച്ചത് പറഞ്ഞു അത് അനാവശ്യമാണ്, അങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞു. വീണ്ടും മുന്നിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിന്റെ ഒത്തുക പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടെ പറയുന്നതോ നേർക്ക് നേരെ ജിന്ന് വന്ന് ആ ജിന്നിനെ സാധിപ്പുറപ്പിച്ച് ചോദിക്കുകയാണെങ്കിൽ ശിർക്കാന്ന് പറയാൻ പറ്റില്ല. ഒറ്റയടിക്ക് ജിന്നിനുള്ള സഹായപ്പെട്ടം ശിർക്കാന്ന് ചോദിച്ചാൽ എനിക്ക് ശിർക്കാന്ന് പറയാൻ പറ്റില്ല. ഇനി മാത്രമല്ല, ഇതേ മുഖാമുഖത്തിൽ തന്നെ അദ്ദേഹം ഒരു ജിന്ന് സുഹൃത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. സക്കരിയ സ്വലാഹി ഒരു ജിന്ന് സുഹൃത്തുമായി കേരളത്തിൽ മുജാഹിദിനെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുകയാണ് പറഞ്ഞത്. സ്വലാഹിയെക്കാളൊക്കെ ഏറ്റവും മുമ്പേ ജിന്ന് സുഹൃത്തിനെ കൂട്ടുപിടിച്ച് സത്യത്തിൽ ആ സുഹൃത്തുമായി ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് മുസ്ലിയാരെന്നെ. ആ ജിന്ന് സുഹൃത്തൊന്നും കേട്ടോളൂ നിങ്ങൾ. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കേരളത്തിൽ സഹോദരങ്ങളെ ഈ പിഴച്ചതാണ് വാദപ്രകാരം പറഞ്ഞു നടന്നതാണ്. തനിക്ക് ജിന്നൂരിസം കൊണ്ടുവന്നത് ആരാ? ഖുറാബാദിലേക്ക് ജനങ്ങളെ ഈ വാദപ്രകാരം നയിച്ച ആരാ? സ്വലാഹി അല്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അൻസുമുസ്ലിയാരുടെ ജിന്ന് സുഹൃത്തിനോട് അൻസുമുസ്ലിയാർ സംസാരിക്കുന്നു, അൻസുമുസ്ലിയാരുടെ ജിന്ന് സുഹൃത്ത് ഇങ്ങോട്ട് സംസാരിക്കുന്നു. എന്തൊക്കെയുണ്ട് മുസ്ലിയാരെ സുഖല്ലേ? ഇപ്പൊ എന്താണ് അവസ്ഥ? പണ്ടൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നല്ലോ, സ്വന്തമായിട്ട് വാഹനം കൂടുതലില്ലായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് ഇപ്പൊ വളരെ റാഹത്താണ്. ടൗണിൽ നല്ലൊരു വീടായിട്ടുണ്ട്, വളരെ നല്ലൊരു VIP വാഹനമൊക്കെ ഉണ്ട്. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മണ്ഡലം കേന്ദ്രീകരിച്ച് ഒറ്റപ്പെട്ട പരിപാടികളേ ഉള്ളൂ. അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി ഇങ്ങനെ കടന്നുപോകേണ്ട ആവശ്യം നിൽക്കില്ല. വളരെ റാഹത്താണ് എന്ന് മുസ്ലിയാൽ എന്റെ ജിന്ന് സുഹൃത്തിനോട് ചോദിച്ചാൽ സംസാരിച്ചാൽ അതിൽ അഭൗതികതയില്ല, അത് ശിർക്കല്ല എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. ഇപ്പൊ ജിന്ന് സുഹൃത്ത് ആർക്കല്ലേ? നിങ്ങൾ ആ ചൂണ്ടലേക്ക് വരുമോ? പൊലിങ്ങളൊന്ന് കൊണ്ടുപോയി അപ്പൊ അടുത്ത് നമ്മൾ തരാം. ഈ സഹോദരങ്ങളെ ആറ്റികൽ മുഖാമുഖത്തിൽ വെച്ച് മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ അബ്ദുൽ സാഹിബിനെ അവിടെ പറഞ്ഞല്ലോ, നമ്മളെ കുട്ടികള് അന്ധനായ ഒരു പാപ്പാന് ആ ആനയോട് ആ സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാണ് നിങ്ങൾ പറയോ എന്ന വാദത്തിലേക്ക് വരെ ചോദിച്ചെത്തിപ്പോയി എന്ന് പറഞ്ഞല്ലോ. നമ്മളും നല്ല എത്തിച്ചത് നിങ്ങളെ യുക്തിവാദം പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായി ഖണ്ഡിച്ചു പറഞ്ഞു എന്നതാ. എന്നാൽ ഈ വാദം ഈ കേരളത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചത് അനസുസിയാനാണ്. എന്താ അനസുസിയാൻ പറഞ്ഞത്? ഒരു മലക്കവിടെ ഉണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എത്തിച്ചുകൊണ്ട് മലക്കിനോട് ചോദിക്കാമോ? ഒരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? അത് കുളിക്കുമ്പോ ബാത്റൂമിൽ സോപ്പ് തീർന്നു പോയപ്പോ ഭാര്യയോട് സോപ്പ് ചോദിക്കുന്ന പോലെയാണ്.
ഈ അനുമതി നിന്ന ലാഘവത്തോടുകൂടി ഇങ്ങനെ പത്തം കൊടുക്കാൻ ഈ വിഷയത്തിന് തന്നെ കഴിയുള്ളൂ. സെക്രട്ടറിയായി കഴിയില്ല, അള്ളാഹെ പഠിക്കുന്നവരാക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് കേട്ടോളി. കാണാത്തവരോട് സഹായം നേടാം. അതിനിപ്പോ ആർക്കവർക്കോ ഒരാൾ കൊണ്ടുവരിക്കുമ്പോ ഭാര്യ അടിക്കുകയാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത് ഓണയാ ഷോപ്പിംഗിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. ഏതാണ്ട് മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ആദ്രാവിൽ ആ മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടം, ആ അകപ്പെട്ടുപോയ ഘട്ടത്തിൽ മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീലുണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറാബിൽ പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന ഭൂമിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അവ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് നിങ്ങൾ സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൗഖാരി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, അനസ് മുസ്ലിയാര് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു ആ മലക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ചോദിച്ചാൽ അത് തെറ്റല്ല, കുറ്റകരമല്ല എന്നാണ് സൗഖാരി പറഞ്ഞിട്ടുള്ളത്. അപ്പോ വളരെ ലാഘവത്തോടുകൂടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ്. എന്നാൽ സക്കരിയാസറായി ഇവിടെയെല്ലാം അന്നം സൂക്ഷിച്ചുകൊണ്ട് ശബ്ദം കേൾക്കുന്നിടത്ത് മലക്കുണ്ടെങ്കിലും ജിന്നുണ്ടെങ്കിലും സാന്നിധ്യം ഉറപ്പിച്ചാലും ചോദിക്കാൻ പാടില്ലാതെ നമ്മുടെ വാദം. ചോദിക്കാനേ പാടില്ല, നമുക്ക് അത് അനുവദിക്കാത്ത മേഖലയാണ്. അതുകൊണ്ട് അതിന് ഹറാമും ശുർക്കുമാരുണ്ട്, വസീയത്ത് ശിർക്കാനുണ്ട്, അല്ലാതെ അനുവദിക്കപ്പെട്ട ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രൂപത്തില് നമ്മൾ ഒരിക്കലും തന്നെ കടന്നു പോകാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകരുത് എന്നാണ് പറയാനുള്ളത്. പിന്നെ മുസ്ലിയാറുകളെ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചത് എന്താണെങ്കിലും ഈ വാദം ഇവരെ കൊണ്ടുവന്നതോടുകൂടി, കേരളത്തിൽ ഏറ്റുപിടിച്ചതോടുകൂടി ഇവർക്കൊരു മുഖാമുഖം മര്യാദയ്ക്ക് നടക്കാൻ പറ്റുകയാണ്. എത്ര മുഖാമുഖം ഫൈസൽ മുസ്ലിയാറും ഹനീഫയും അതുപോലെ തന്നെ സക്കരിയ സലാഹും അടങ്ങുന്ന പണ്ഡിതന്മാരും നടത്തി, എത്രയോ മുഖാമുഖം നടത്തി. പിന്നെ സംവാദം നടത്താൻ പറ്റില്ല. എന്താ? സുന്നികളോട് ആദർശം പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഇവര് കുന്നുകര സംവാദ വ്യവസ്ഥയിൽ പോയിട്ട് പരാജയപ്പെട്ടത്. ഇതൊക്കെ എന്താ എപ്പിടുന്നത്? പരാജയപ്പെട്ടത് നൗഷാദ് അഹ്സനിയും ഫൈസൽ അഹ്സനിയും അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാടും നമുക്ക് നേരെ പരിഹാസ്യമായ ജിന്നിന്റെ വിഷയത്ത് ഉന്നയിക്കുന്ന ഭാഗങ്ങൾ മാത്രം. അതിന് മറുപടി പറഞ്ഞത് ഇഷ്ടംപോലെ ആ സ്ഥിതിയിലുണ്ട്. നീതിബോധം കാണിക്കണ്ടേ? അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് ആ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള സംവാദ വ്യവസ്ഥ വൺ സൈഡായി മാത്രം കേട്ടവർ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരൊന്നും പ്രതികരിച്ചിട്ടില്ലേ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പ്രതികരിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ ആദ്യമായി ഒന്ന് കാണുക. 19 തൗഹീദിൽ മാറ്റം വരുമോ? തൗഹീദ് 2012 2013 തൗഹീദ ഇങ്ങനെ അതിലേക്ക് സുലഭി പറയാ എങ്ങനെ സഹായം എന്നറിയാതുള്ള സഹായം ചെലുത്താനും ഇതിന്റെ സഹായം എങ്ങനെ നിങ്ങൾക്ക് അറിയോ? യാ ഇബാദല്ലാഹ് വിളിച്ചാൽ ചിന്നെങ്ങനെ സഹായിക്കാൻ നിങ്ങൾക്ക് അറിയോ? അറിയൂല എന്നാണ് മറുപടി. എങ്കിൽ അറിയണമെങ്കിൽ ഒന്ന് പറയാം, അത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ അറിയൂല എന്നാണെങ്കിൽ നിങ്ങളെ പഴയ തൗഹീദനുസരിച്ച് അതാ ചോദിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ എഴുതരുത്. ഞങ്ങൾ ഈ വാദത്തിന്റെ ഖണ്ഡനം ആൺകുട്ടികളെപ്പോലെ ഞങ്ങൾ എഴുതി. ശരിക്കും കേട്ടോ, യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല എന്നതിന് സക്കരിയാക്കൾ പറഞ്ഞ 2 കാരണപ്രകാരവും മുജാഹിദുകൾ ഇന്നേ വരെ വെച്ചു പുലർത്തിയ തൗഹീദ് പൊളിയുന്നു. ഇത്ര എണ്ണം ഉണ്ടായിട്ടൊന്നും എഴുതുന്നവരുണ്ടോ? പൊളിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങളുടെ ചോദ്യം. ധൈര്യം ഉണ്ടെങ്കിൽ എഴുതാൻ അവിടെ ഇല്ല. നിങ്ങൾ എന്തെത്തുക വ്യവസ്ഥ എഴുതാനല്ല ഇരിക്കുന്നത്. വ്യവസ്ഥ ഇതും സംവാദമല്ല. തിരിഞ്ഞിട്ടില്ലല്ലേ? തിരിഞ്ഞിട്ടില്ല. ഇത് സംവാദമല്ല, സംവാദ വ്യവസ്ഥയുടെ ചർച്ചയാണ്. നിങ്ങൾ എവിടെ പോയാലും അതേ കുട്ടിയിൽ തന്നെ നിങ്ങളെ കെട്ടും. ഇത് കുറെ കണ്ടതാണല്ലോ, കുറെ കണ്ടതാണ്. നിങ്ങൾ എങ്ങോട്ട് തെന്നി മാറിയാലും അവിടെയെല്ലാം നിങ്ങൾ പിടിച്ചു കിട്ടും. സംവാദ വ്യവസ്ഥയാണ് ഇത്. സംവാദ വ്യവസ്ഥ ചർച്ചയാണ്. സംവാദത്തിലേക്ക് വാ, എന്നിട്ട് നിങ്ങൾ ഉദ്ധരിക്കുക.
അവിടെ നമുക്ക് മറുപടി തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തന്നാൽ അങ്ങനെയുള്ള പറയാൻ പറ്റുള്ളൂ. മരിച്ചു പോയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ തൗഹീദിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മുജാഹിദ് പ്രവർത്തകരുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ സഹോദര തൗഹീദ് പൊളിയൂല. ഇതങ്ങനെ മൺകട്ട കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമല്ല. അഫ്ളലുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതേ തൗഹീദിൽ വള്ളി പുള്ളി മാറാതെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ലെറ്റർ പേഡിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ടെങ്കിലും ലെറ്റർ പേഡോ സീലോ ഞങ്ങൾക്കത് വിഷയമല്ല. ഞങ്ങൾ നേർക്കുനേരെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തീർച്ചയായും നിങ്ങളെന്നല്ല ഇതിനപ്പുറമുള്ളവരോട് സംവാദം നടത്തി പരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ. ക്രൈസ്തവ മിഷണറിമാര് വന്നു, ഞങ്ങളവരോട് സംസാരിച്ചു. ഹൈന്ദവര് വന്നു, അവരോട് സംസാരിച്ചു. അതുപോലെ നിങ്ങളും വരുന്നു, നിങ്ങളോട് സംസാരിക്കും. നമുക്കതൊരു പ്രശ്നമല്ല. അതായത് പുത്തരിയല്ല, ഇത് കുറെ കണ്ടതാണ്. ആ തരം വേലകളും അഭ്യാസങ്ങളൊന്നും ഇവിടെ വേണ്ട. ഞങ്ങളുടെ വാദം കൃത്യമായി പറഞ്ഞു. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ. ഈ നിലക്കുള്ള മരിച്ചുപോയ മഹാന്മാരോടുള്ള നിങ്ങളുടെ വിളി, തേട്ടം, പ്രാർത്ഥന, ഇസ്തിഗാസ, സഹായാർത്ഥന അത് ശിർക്കാണ്. അത് മതത്തിന്റെ പുറത്താണ്. അത് മതത്തിന്റെ ഉള്ളിലുള്ളതല്ല. തൗഹീദിന് വിരുദ്ധമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ വാദം ആദ്യം മുതലും പറഞ്ഞതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോ വർഷവും കൊണ്ടുവരുന്ന തെളിവുകളിൽ ഒന്നാണ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ്. അത് ദുർബലമാണെന്ന് പിന്നെ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കേട്ടാൽ നിങ്ങൾക്കറിയാം. ഞങ്ങളത് വ്യാഖ്യാനം അനുസരിച്ച് എന്നാണോ അതെല്ലാം നിങ്ങളായിട്ട് പറഞ്ഞതാണോ വേണമെങ്കിൽ ഇപ്പോൾ പരിശോധിക്കാം. ഒരു പ്രശ്നവും നമുക്കില്ല. ഇനി അത് സഹിയാണെന്ന് സമ്മതിച്ചാൽ പോലും നിങ്ങൾ ഈ നടത്തുന്ന മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിക്കുന്നതിന് അതിൽ തെളിവില്ല എന്നാണ് 2004 മുഖാമുഖത്തിൽ മണ്ണാർക്കാട് വെച്ച് ബഹുമാന്യ ഡോക്ടർ സക്കരിയ സലാഹി പറഞ്ഞതും എന്താ സംശയം അന്ന് പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞതും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംവാദത്തിന്റെ വിഷയം വന്നപ്പോൾ സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്കിരുന്നത്. സംവാദ വ്യവസ്ഥ ചർച്ചയാണിത്, സംവാദമല്ല. സംവാദത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തെളിവ് ധരിക്കാം. അന്നേരം തെളിവ് ഇൻഷാ അല്ലാഹ് ഞങ്ങളും അങ്ങോട്ട് വെച്ചത്. അല്ലാതെ ഇതൊരു സംവാദമാക്കി മാറ്റി വ്യവസ്ഥ എഴുതുന്നതിൽ നിന്നും ഊരിപ്പോയി അപ്പൊ സഹോദരങ്ങളെ, സത്യത്തിൽ അവിടെ അടിസ്ഥാനപരമായ ഇത്തിഹാസ എന്ന വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഈ ജിന്ന് വിഷയവുമായി കടന്നു വന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ മുന്നോട്ട് പോയ ആളുകളാണത്. എന്നിട്ട് അവരുടെ ക്ലിപ്പ് മാത്രം കേൾപ്പിച്ച് അനസ് മുസ്ലിയാറ് നമ്മുടെ മുജാഹിദ് അണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവരുടെ മനസ്സിലുള്ള ഉദ്ദേശം നോക്കണമെന്ന്. ഇവരെല്ലാം ഈ ഗോതയിൽ മാറി ഇവർക്ക് ജനങ്ങളോട് ഹദീസ് വിഷയങ്ങളായ മറുപടികളോട് പറയാൻ പറ്റും. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം തൗഹീദ് പറഞ്ഞത് നിങ്ങൾക്ക് ശിർക്കാക്കി. അവസാനം ശിർക്ക് എന്ന കാര്യങ്ങളൊക്കെ തൗഹീദാക്കി. അവസാനം ഇപ്പോൾ ഇലക്ഷനിലേക്ക് ഇറങ്ങി. ഇതുപോലെ ശിർക്കല്ല എന്നപ്പോ ശിർക്കാക്കി. തൗഹീദ് പുതുക്കി. അത് ജമാഅത്തെ ചോദിക്കൂലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ മറുപടികൾ ചോദിക്കൂലേ? സുന്നികൾ ചോദിക്കൂലേ? അപ്പൊ ഇവർക്ക് ഇറങ്ങാൻ വയ്യ. അപ്പൊ ഇറങ്ങാൻ വയ്യാതായപ്പോ ഇനിയിപ്പോ എന്താ നമ്മളെ വിമർശിക്കാരും മറുപടി ഇതാ. ഇവര് സംവാദ വ്യവസ്ഥക്ക് പോയിട്ട് അവരുടെ ജിന്ന് വിഷയം ചോദിച്ചു. ഔഷാദസ്സനി ഫൈസലസ്സനി മിണ്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ആ CD-യിൽ മിണ്ടാത്ത ഭാഗമുണ്ടെന്ന് ധൈര്യസമയം തെളിയിക്കാം. പക്ഷെ ആ CD-യിൽ വ്യക്തമായിട്ട് ആ വിഷയത്തിന് പരാമർശം നൽകിയിട്ടില്ലേ? മറുപടി നൽകിയിട്ടില്ലേ? ഉണ്ട്. സഹോദരങ്ങളെ, അതിൽ പങ്കെടുത്ത കാര്യപ്പെട്ട ആള് വിശ്വാസത്തിന്റെ ത്വാഹ സാഹിബ്. ആ ത്വാഹ സാഹിബ് തന്നെ വ്യക്തമായ ആ കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടത്. പ്രിയമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, ഇവിടെ വളരെ വിശദമായി ഒരു സംസാരമാണ് നടന്നത്. അതിൻ്റെ അകത്ത് ചില ചില്ലറ വിട്ടുവീഴ്ചകൾ നടന്നിരുന്നുവെങ്കിൽ, അതായത് മരണപ്പെട്ട് പോയ അടുത്തത് പറഞ്ഞിട്ടിടക്ക് തിരുത്തി മഹാന്മാരോട് എന്ന് പറയാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞു. മഹാന്മാരോട് അടക്കം എന്നൊരു വാക്ക് പറഞ്ഞപ്പോ മഹാന്മാരോട് എന്ന് മാത്രം മതി, അടക്കം എന്ന് പാടില്ല എന്നുള്ള ആ ഞങ്ങളുടെ ഒരു വാദത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ വാദപ്രകാരം നടക്കാതെ പോയത്. അതിലാണ് ഞങ്ങൾക്ക് വേദനയുള്ളത്. കാരണം മരണപ്പെട്ടവർ എന്ന് പിന്നെ പറഞ്ഞപ്പോൾ അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് മാറ്റാൻ തയ്യാറായി. മരണപ്പെട്ടവർ എന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാത്ത ആൾക്കാർ പെടും എന്നുള്ളത് കൊണ്ട് തന്നെ മരണപ്പെട്ടവർ എന്നുള്ള അവരുടെ ആ ആവശ്യം പരിഗണിച്ചു എന്ന് തന്നെ ഞങ്ങളത് മാറ്റുകയുണ്ടായി.
എന്നിട്ടും അവരെ അതിന് തയ്യാറാകാതിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാദപ്രവാദം കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. യാ ഇബാദല്ലാഹ് എന്നുള്ള ഹദീസ് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായിട്ടല്ലാതെ സുന്നികൾ ഇന്നുവരെ ഈ ഒരു ഹദീസിൽ തെളിവിന് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളത് പറയുന്നു, യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് കൊണ്ട് മരണപ്പെട്ടുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവല്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഓരോ സമയവും അസ്തജാബൂലക്കും, ഈ വാദത്തിന് വേണ്ടി കേട്ടെന്ന് സമ്മതിച്ച് തന്നാൽ തന്നെ എന്തില്ല, അവർ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുകയില്ല. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ഈ ശിർക്കിനെ ഈ ആളുകൾ നിഷേധിക്കും എന്ന് വളരെ വ്യക്തമായി പരശുതമ്പുരാൻ പറയുന്നു. അതുകൊണ്ട് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകൾ അവർ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും നാം അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കും കുഫ്റുമാണ് എന്നുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം, ആ വാദത്തിൽ എതിർവാദവുമായി വന്ന യാതൊരുവാദമുള്ള അതിന് തെളിവാക്കി ഉദ്ധരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. അതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ ജിന്നുകളോട് അടക്കം ഞങ്ങളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഈ ആളുകൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ജിന്നുകളെയും മലക്കുകളെയും വിളിക്കാം എന്ന് വാദമുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള ഒരു പൂതി വാസ്തവത്തിൽ നിങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്ത ആളുകൾ, അത് മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും അതേപോലെ മരിച്ചുപോയ മഹാന്മാരാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണെങ്കിലും ദുആ വരുന്ന ഏതൊരു വിളി വന്നാലും അത് ശിർക്കും കുഫ്റുമാണ് എന്നുള്ള അതാണ് ഞങ്ങളുടെ വാദം. ആ ഒരു വാദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെളിവ് ഓതിയത്. ആ ഒരു വാദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഖുർആനായിട്ട് ഓതുന്നത്. ഞങ്ങൾ ഓതിയ ഒരു ആയത്തും ഇന്നുവരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ഓതിയ ഒരു ഹദീസും ഇന്നുവരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. നേരെ മറിച്ച് തോട്ടുമുഖം സംവാദത്തിൽ അപ്പാലാരിയോട് ഏറ്റുമുട്ടിയിട്ട് അവിടെ എന്താണ് റസൂലുള്ളാഹിനോട് റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗം ചോദിച്ച വിഷയം കൊണ്ടുവന്നു. പിന്നെ മിണ്ടിയിട്ടില്ല. അതുപോലെ കാന്തപുരമേറ്റ മുസ്ലിയാരി ഓതി, എന്നിട്ട് അത് പിന്നെ വിട്ടുകളഞ്ഞു. പിന്നെ ആ വിഷയം എടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഒരുപാട് തെളിവുകൾ ഓരോ വാദപ്രതിവാദത്തിലും ഓരോ തെളിവുകൾ കൊണ്ടുവരികയും ആ നൂതനമായി കെട്ടിച്ചമച്ച തെളിവുകൾ മുഴുവൻ അടുത്ത വാദപ്രതിവാദം വരുമ്പോൾ വിട്ടുകളയുകയും ചെയ്യുന്ന ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. നേരെ മറിച്ച് ഞങ്ങൾ അന്ന് മുതൽ ഇന്നുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ ഇന്നുവരെ ഓതിയ ആയത്തിന് വ്യത്യാസമില്ല, ഓതിയ ഹദീസിന് മാറ്റമില്ല, ഞങ്ങളുടെ തൗഹീദിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മരിച്ചുപോയ മഹാന്മാരാണെങ്കിലും അല്ലാഹു അല്ലാത്ത ഈ ആളുകളോടൊന്നും ഇസ്തിഗാസ നടത്തൽ അനുവദനീയമല്ല, അത് ശിർക്കും കുഫ്റുമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. സഹോദരങ്ങളെ, ഇവിടെ കുന്നുകുല സംവാദ വ്യവസ്ഥയിലെ മുസ്ലിയാക്കന്മാർ നമ്മൾക്കെതിരെ അടിച്ചുന്നയിക്കുന്ന വാചകങ്ങൾ മാത്രമിട്ട് ഇവർക്ക് തൗഹീദ് പറയാൻ കഴിയാതെ ഉയർത്തൊലിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനസൂസിയാർ ഇവിടെ കടന്നുപോയി. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മനസ്സ് എത്ര വികൃതമായി. ഈ തൗഹീദിനോടുള്ള സ്നേഹത്തെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് നാവിൻ തമ്മിലുള്ളത് മുഴുവനും ഈ ശത്രുക്കളായി നമ്മളാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരെ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളുമായി ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഇതേ അനസൂസിയാർ ഈ നൗഷാദസ്സരിയുടെ മുമ്പിൽ സഹോദരങ്ങളെ മട്ടാഞ്ചേരിയില് അതുപോലെ ചക്കരക്കല്ലിലൊക്കെ വ്യവസ്ഥക്ക് പോയിട്ട് അവിടെ ഇതുപോലെ മൂക്കത്ത് തോണ്ടി നൗഷാദിന് ചോദിച്ചിട്ട് അന്ന് മുസ്ലിംകാർ തലവായിട്ട് ഇരിക്കേണ്ടി വന്നില്ലേ? അത് നമ്മളിട്ട് കേൾപ്പിക്കുകയാണെങ്കിലോ ഇത് കേൾപ്പിച്ചത് കൊണ്ട് മാത്രം കേൾപ്പിക്കുകയാണ്. കൃത്യമായി അനസൂസിയാലെ ഇരുത്തി നൗഷാദ് അസനി കൊടുക്കുന്ന കമന്റുകളിൽ നിന്ന് നോക്കി ഉമറുടെ വാദം ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്. അത് പ്രാർത്ഥനയല്ല. ഉമർ മൗലവിയുടെ വാദം എല്ലാം ധൈര്യമായിരിക്കണം. ഇവർ എന്ത് പറയുക വ്യക്തമായ രീതികൾ വ്യത്യാസം. ഞങ്ങൾ പള്ളിപ്പണിപ്പാട്ടനെ പള്ളിപ്പണിയുള്ള ജിന്നിനെയോ ചോദിക്കട്ടെ വ്യത്യാസം എവിടെ? ഐശ്വര്യത്തില്ല എന്നത് ഞങ്ങളുടെ വിശ്വസല്ല. നമ്മുടെ ഒന്നാമത്തെ കുട്ടികളുടെ തയ്യാറാകുന്നത് അപ്പൊ വിഷയം കിട്ടുമ്പോൾ മറുപടി പറയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് പെടാൻ സാധ്യത എനിക്ക് ഉറപ്പാവശ്യമില്ല. മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് നവയാഥാസ്ഥിതികൾ. ഈ വളവുകളിൽ നമുക്കെതിരെ ഇറക്കിയ ചെയ്യുക. നമ്മൾ അവിടെയൊക്കെ നവയാഥാസ്ഥികരാണ്. ഖുറാഫിയുടെ മുമ്പിൽ നാണം കെട്ടുപോയി. എന്താ നാണം കെട്ടത്? അവിടുത്തെ അടിസ്ഥാന വിഷയം മണ്ണിഴുതുപോയ മരിച്ചുപോയ മഹാത്മാക്കളെ പള്ളിപ്പടി ഉപ്പാപ്പയെ വിളിച്ച് ഇസ്തിഹാസ ചെയ്യുന്നത് ശിർക്കും തൗഹീദിന് വിരുദ്ധവുമാണ്. അതാണ് വ്യവസ്ഥ. അത് ആ വ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയാണ്. അതിന്റെ ഉന്നതര സമ്പാദനം നടന്നത് ഭൂമിശേഖരെ രക്ഷിക്കണേ, ഭവനികളെ കാക്കണേ എന്നിങ്ങനെയുള്ള മണ്ണറിഞ്ഞുപോയ മഹാത്മാക്കളോട് വിളിച്ചു തരുന്നത് തൗഹീദിന് വിരുദ്ധമായ ശിർക്കുമാണ്. ആ വ്യവസ്ഥയിലേക്ക് മുസ്ലിയാക്കന്മാർ വരാതെ ജിന്നമ്മ കെട്ടിയിരുന്നു.
നമ്മളങ്ങോട്ട് പോയില്ല. ഇവിടെ കൊന്നു ഇതന്നെ ഇവർ ചെയ്യുന്നത്. ചക്കരക്കല്ലിലും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിയാക്കന്മാരെ ഈ രൂപത്തിൽ ചോദിച്ചു പരിഹസിച്ചപ്പോഴും അനുസംസിക്കാതെ ആ വിഷയത്തിലേക്ക് പോയില്ല. എന്നാൽ നമ്മളാരെങ്കിലും പറഞ്ഞു അനുസരിച്ച് ഒഴിഞ്ഞു പറയാൻ ധാർമ്മിക അവകാശം ഉണ്ടാകും ഇല്ല. ഇപ്പൊ സഹോദരങ്ങളെ ഈ ക്ലിപ്പിട്ട് നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുവാഹിദികൾ ശിർക്കിലേക്ക് പോയി എന്ന് ആരോപിക്കാൻ. അതുകൊണ്ട് ഈ ആരോപണം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മുമ്പിൽ ജദ്ദാറോയും സക്കരിയാ സലാഹിയും വ്യക്തമായി ഒരു അഭിമുഖത്തിൽ പറയുന്നു അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വാദമില്ല എന്നൊരാൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ മേൽ ആ വാദം ആരോപിച്ചാലോ ഈ പറഞ്ഞ ആള് ശിർക്കിലേക്ക് പോകും. ഇയാളുടെ വല്ല നന്മയുണ്ടെങ്കിൽ പരലോകത്ത് എടുത്തു കൊടുക്കും. അതാരാ പറഞ്ഞത്? റസൂല പറഞ്ഞാണ്. പക്ഷെ അത് നമ്മൾ റസൂല പറഞ്ഞു എന്നല്ലാതെ ചിലപ്പോൾ നമ്മളോടെയൊക്കെ സ്വീകരിക്കാൻ പ്രയാസമാവും. കാരണം പരിണയമുള്ളാഹോ നമ്മളോട് കഴിച്ചുകൊണ്ട് നബിന്റെ ദാസവും തട്ടും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് സലാമോഹം പറഞ്ഞോട്ടെ മകനെ സ്വീകരിക്കുമല്ലോ. അപ്പൊ അബ്ദുസലാം മോഹൻ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞാലും ഇവർക്ക് വാദമില്ലാതെ ഇവരും പറയും. എന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുക ആരോപകരുടെ ആരോപണം കേൾക്കണോ അല്ല നമ്മൾ ഈ തൗഹീദ് പ്രസ്ഥാനം ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ജിന്നയോടും മലക്കിനോടും സഹായം ചോദിക്കൽ അനുവദനീയമാണ്, അത് കുഴപ്പമില്ല എന്നൊക്കെ അതിജബാറിലേക്ക് വാദമുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താങ്കൾക്ക് വാദമുണ്ടോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഒന്ന് വ്യക്തമാക്കും. അതേ കണ്ണ് പ്രചരിപ്പിക്കാതെ അങ്ങനെ പറഞ്ഞില്ല. ഓരോ ആനന്ദം പ്രചരിപ്പിക്കുക. അതൊരു ഇപ്പോഴത്തെ ജില്ലയോട് പ്രാർത്ഥിക്കാതെ പറഞ്ഞിട്ടുണ്ട്, തേരാതെ പറഞ്ഞിട്ടുണ്ട്. തേരാതെ എന്നാണ് പറഞ്ഞ അഭിപ്രായം എന്നൊക്കെ പറയുന്നത് അതുപോലെ പ്രചരിപ്പിക്കുന്നു എന്നതാണ്. നമുക്ക് നിശ്ചയിച്ചുള്ള ഓർമ്മകളുണ്ടല്ലോ, അതനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. അല്ലാത്തത് മുസീബത്ത് ശിക്കായവരും ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതല്ലേ, അതപ്രകാരം ഹറാമായവരും. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള വീട്ടിൽ ചെയ്യണമെന്നും അത് ചെയ്യണമെന്നോ എന്തെങ്കിലും ഭാവിയിലേക്കുള്ള അഭിപ്രായമൊക്കെ കളരം പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കതോർക്കണം. ഞാനതറിയില്ല എന്ന് നിങ്ങൾ ആരോപണം പറയുന്ന ആള് ഞാനതറിയില്ല, ഞാനതിന് ഉത്തരവാദിയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനതിന്റെ ആളല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി കൂട്ടരെ നിങ്ങളുടെ നന്മ മുഴുവൻ ആ മനുഷ്യന്റെ ഏത്തനൊക്കെ പോകും. ചില ആളുകൾ ചോദിക്കാണ്. ഇപ്പൊ ഇന്നലെ ഞങ്ങൾക്കൊന്ന് കുത്തുമ അറിയാം, വിജനപ്രദേശത്തും നമുക്ക് അല്ലാഹു മതി, ജനപ്രദേശത്തും നമുക്ക് അല്ലാഹു മതി. അപ്പൊ നമുക്കൊക്കെ വിജനപ്രദേശത്ത് അല്ലാഹുമ്മ ജനം കൂടി വേണം എന്നൊരു വാദം എന്തിനു വരുത്തിയത്. സുഹൃത്തുക്കളെ ആവർത്തിച്ചു പറയട്ടെ, വിജനപ്രദേശത്തും ജനപ്രദേശത്തും തോട്ടിലായാലും പുഴയിലായാലും കരയിലായാലും കടലിലായാലും വീട്ടിലായാലും നാട്ടിലായാലും എവിടെ വെച്ചും അല്ലാഹു മതി, യാ അല്ലാഹ് വിളിക്കേണ്ടത്. അല്ലാതെ മരുഭൂമിയിൽ ചെന്നാ യാ ജിന്ന്, യാ മലക്, അല്ലെ യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്. പിന്നെയോ യാ അല്ലാഹ്, യാ റഹീം, യാ റഹ്മാൻ, യാ ഗഫൂർ എന്നാ വിളിക്കേണ്ടത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇല്ലാത്ത വാദം കെട്ടിവെച്ച് കൽപ്പിച്ചു. ഇപ്പോഴും പറയുന്നു, ഞാൻ എവിടെയെങ്കിലും അത് പറഞ്ഞത് കാണിച്ചു തരാൻ ആർക്കെങ്കിലും സാധ്യമാണ്. ഇതൊക്കെ കാണിച്ചു തേടാമെന്ന് ഞാൻ കിട്ടി, അല്ലെ തേടാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി കൂട്ടരെ നിങ്ങളുടെ നന്മ മുഴുവൻ ആ മനുഷ്യന്റെ ഏത്തനൊക്കെ പോകും, ആ മനുഷ്യന്റെ തുലാശയിലേക്ക് പോകും. അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പിശാചിന്. അപ്പൊ സഹോദരങ്ങളെ, ഈ പിശാച് ആ രൂപത്തിലുള്ള ഒരു വല ഇവിടെ വിരിച്ചു. ആ വലയിൽ ചില മനുഷ്യ പിശാചികൾ കുടുങ്ങി. ആ പിശാചിന്റെ താല്പര്യമനുസരിച്ച് മുവഹിദുകളെ മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കാൻ ശിൽക്കാരോട് സമ്മേളനം ഇവിടെ ഇറങ്ങി. ഇനിയും ഇത് തുറന്നു പോകണോ വേണ്ട, ഈ നാട്ടിൽ അള്ളാഹനെ ഭയപ്പെടുന്ന നിഷ്ഠാന്തരായ ആദർശബോധമുള്ള മുജാഹിദുകൾ തീരുമാനിക്കും. അങ്ങനെ വാദമേ മുജാഹിദുകൾ ആർക്കുമില്ല. അതുകൊണ്ട് സമയം അതിക്രമിക്കുന്നതിന് വേണ്ടി ഞാൻ അതിലേക്കൊന്ന് കടന്നുപോകുന്നു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ കാര്യമായി സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഈ വാദങ്ങളെല്ലാം കൊണ്ടുവരുന്നത് എന്തിനാ? ഇവിടെ ജിന്നുബാധ ഏറ്റ ആളുകളെ ചികിത്സിക്കാൻ ഒരു കേന്ദ്രം ഇവർക്ക് വേണം. എന്നിട്ട് ചികിത്സിക്കണമെന്നിനാ നല്ല പണം കിട്ടും, പെണ്ണും കിട്ടും. എന്റെ അനസുമുസ്ലിയാറ് ഇതേ പരിപാടിയല്ലേ? ഏതൊരു പരിപാടി? മുജാഹിദുകൾ ജിന്നിനോട് സഹായം തേടുന്നവരുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു. ജിന്നിനോട് സഹായം തേടുന്നവരുണ്ടോ?
ആ വാദം ഇവിടെ കേരളത്തിൽ പറഞ്ഞു നടന്നിട്ട് അത് ഏറ്റുപിടിച്ചവരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്. എന്താ തെളിവ്? പൊന്നാരിയിലെ ഹാർബർമാര് ശശിയും അതുപോലെ തന്നെ ഏതോ രവീന്ദ്രനൊക്കെ കടന്നുപോയ ജിന്നിനെ സഹായം ചെയ്യുന്നൊരു കണ്ടതും കേട്ടതുള്ള ക്ലിപ്പ് ഇന്റർനെറ്റിന് ഏഷ്യാനെറ്റിട്ടത്. അതേപോലെ തന്നെ ആത്മീയ ചികിത്സയുടെ മറവിൽ ശിലാക്കളും കേരളത്തിൽ ചില മുസ്ലിയാക്കന്മാർ നടത്തുന്ന പ്രമാണവിരുദ്ധമായ ചികിത്സാ രീതി, ആ രീതി പ്രിയപ്പെട്ടവരെ കാണിച്ചുകൊണ്ട് റുഖ്യയെ പരിഹസിക്കുന്ന പച്ചയായ ഹദീസ് നിഷേധവും സുന്നത്തിനെ കളിയാക്കലുമാണ് അതിലൂടെ സത്യത്തിൽ ഇവിടെ നടത്തിയത്. എന്നാൽ നമ്മളിവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? പല കാരണങ്ങളാലും രോഗമുണ്ടാവും. ആ രോഗങ്ങളിൽ പിശാച് ഭാഗം കൊണ്ട് രോഗമുണ്ടാവും. പിശാച് ശരീരത്തിൽ പ്രവേശിക്കും, അതുപോലെ തന്നെ സിഹർ ബാധിക്കും, കണ്ണേർ ബാധിക്കും. അങ്ങനെയുള്ള പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഖുർആൻ കൊണ്ടും ദിക്ർ ഖുർആനുകൾ കൊണ്ടും മന്ത്രിക്കണം. സ്വയം മന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനെ എന്തെല്ലാം പറഞ്ഞു ഇവിടെ പരിഹസിച്ചു എന്നങ്ങൾക്കറിയോ? ഇവിടെ ഈ പിശാച് ഉപദ്രവിക്കുമ്പോൾ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറുക്ക് ഏറെ സൈക്കല്യം പോലെയുള്ള പൈശാചികമായ പ്രവണതകളിലേക്ക് ഒരാൾ നീങ്ങും. അങ്ങനെ നീങ്ങിയിട്ട് അവൻ ആ ശിർക്ക് ചെയ്താലോ അവനെ ഉപദ്രവിച്ച പിശാച് എന്ത് ചെയ്യും? മാറിക്കൊടുക്കും. അവൻ വിശ്വസിക്കും ഇന്ന കേന്ദ്രത്തിൽ പോയതുകൊണ്ടാണ്, ഇന്ന മൂലയെ കണ്ടതുകൊണ്ടാണ്, ഈ ഉറുക്കു ഏലസ് കെട്ടിയതാണ് എന്റെ രോഗം മാറിയത്. അല്ല, ഇവൻ ശിർക്ക് ചെയ്തു. ഇവൻ വഴി അനവധി ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ പിശാചിന് കഴിയുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ രോഗത്തിന്റെ കാരണക്കാരനായ ആ വേദനയും അവശതകളും സുഖം ബാധിപ്പിച്ച ആ പിശാച് പതുക്കെ മാറിക്കൊടുക്കും. അപ്പം നീയും ശിർക്ക് ചെയ്യുമ്പോൾ കുഫർ ചെയ്യുമ്പോൾ മാറിക്കൊടുക്കും. അങ്ങനെ ഇവൻ നരകത്തിലേക്ക് എത്തും. എന്നാൽ അതാണോ വഴി? അല്ല. അതിന് പരിഹാരം ശിർക്ക് ചെയ്യുകയില്ല, അമ്പലത്തിൽ പോവുകയില്ല, പണിക്കരെ കാണുകയില്ല, ജ്യോത്സ്യരെ കാണില്ല, ഉറുക്ക് കെട്ടിയല്ല, മറിച്ച് ഖുർആൻ കൊണ്ടും ഹദീസിൽ പറഞ്ഞ പൂർവ്വത്തിലുള്ള ആ ദിക്ർ ആൾ കൊണ്ടും പ്രാർത്ഥിക്കുക, മറ്റൊരാൾ പ്രാർത്ഥിച്ചു കൊടുക്കുക. അതാ റുഖിയ ശരിയ. ഇത് നമ്മൾ ആരും നിഷേധിച്ചിട്ടില്ല. ഇനി അപ്പുറത്തേക്ക് ഇതിനെ ആത്മീയവൽക്കരിക്കുകയും ചൂഷണവൽക്കരിക്കുകയും പൈശാചികരത്തെ കൊണ്ടുപോയി ചെയ്തവരുണ്ട്. അവർ നമ്മൾ എതിർക്കുന്നു. പക്ഷേ നമുക്ക് നേരെ ഉന്നയിക്കുക. അതുകൊണ്ട് അനസ് മുസ്ലിയാർ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിനപ്പുറം നമ്മൾ ഒരു വാചകം പറഞ്ഞിട്ടില്ല. കേട്ടോളൂ. سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ റസൂൽ പറഞ്ഞത്? ഇന്ന റുഖാവത്തമാഇമ വത്തിലത്തെ ശിർക്കോൻ, ആ ശിർക്കിൻ്റെതായ മന്ത്രങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഉറുക്കുണ്ടല്ലോ, അതുപോലെ തന്നെ ഏലസുണ്ടല്ലോ, അതെല്ലാം ശിർക്ക് തന്നെയാണ്. അത് ശിർക്കാണ്. അതുമായി സമീപിക്കാൻ പാടില്ല, ഉറുക്ക് കെട്ടാൻ പാടില്ല, നൂല് കെട്ടാൻ പാടില്ല, ആ രൂപത്തിൽ ഉള്ള മന്ത്രവാദമൊന്നും പാടില്ല എന്ന് അബ്ദുൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുമ്പോ സൈനബ റളിയല്ലാഹു അൻഹ അബ്ദുൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഫഇന്നീ ഖറജതു യൗമാ, ഒരു ദിവസം ഞാൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരാൾ വഴിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അയാളെ കണ്ടപ്പോ ആ മനുഷ്യനെ കണ്ട ഭാഗത്ത് നിന്ന്, ആ കണ്ട ഭാഗം, ആ മനുഷ്യനുള്ള ഭാഗത്ത് എന്റെ ഒരു കണ്ണ്, ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. തെക്കലത്ത് ഞാനൊരു മന്ത്രവാദിയുടെ അടുക്കൽ പോയിട്ട്, ഒരു ജോസിന്റെ അടുക്കൽ പോയിട്ട് മന്ത്രിച്ച് ഓരോ മറ്റോ കിട്ടി. അങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രം നടത്തിയാൽ സക്കലത്ത് എന്റെ കണ്ണീര് വരുന്നതെന്ന് നിന്ന് പോകും. പിന്നെ കണ്ണീര് വരൂല. ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ പോയിട്ട്, ഒരു മന്ത്രവാദിയുടെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്താൽ അപ്പൊ തന്നെ കണ്ണീര് നിൽക്കും. എന്നാൽ ഇതാ തറച്ചുഹാ, ഞാനൊരു മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോകാതെ ഞാനിതാ ഒഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും കെട്ടാൻ പോയില്ല, ഉറുക്കി കെട്ടാൻ പോയില്ല, മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോയില്ല എങ്കിൽ എന്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കും. അതെന്താണ് കാര്യം? ഇനിവരെ ഞങ്ങൾ പറയുന്ന പോയിന്റ് അധികമായിട്ട് നമ്മൾ കേൾക്കണം. നമുക്ക് ഏറെ അന്ധവിശ്വാസം ആരോപിച്ചവർ, അഥവാ ഏർവാടിയിൽ പോയാൽ ചില ആളുകൾക്ക് കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയെ കിട്ടുന്നു, ഗുരുവായൂർ പോയാൽ രോഗം മാറാത്തവർക്ക് രോഗം മാറുന്നു, ചില പണിക്കന്മാർക്ക് മുസ്ലിം ആളുകൾക്കും പോയി എന്തെങ്കിലും കെട്ടിയാൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് നീങ്ങുന്നു എന്ന് പറയുന്ന ഭാഗം മാത്രം മുറിക്കുക. എന്നിട്ട് ദക്കരിയാസലായ ശിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു പറയുന്നത്. അപ്പുറത്തെന്താ ദക്കരിയാസലായി പറഞ്ഞത്? ഈ മാറുന്നതിന്റെ കാരണം സത്യത്തിൽ എന്താണ്? പിശാച് വഴിയുള്ള ഉപദ്രവമാണെങ്കിൽ ഈ ശുൽക്കും കുഫറും ചെയ്യുന്ന പിശാചിന് മാറിക്കൊടുക്കുന്ന,
അപ്പം വിശ്വസിക്കൊണ്ട് ആ കേന്ദ്രത്തിൽ പോയതുകൊണ്ടാണ് പിന്നെ എന്ത് ബുദ്ധിമുട്ടിലായാലും അവിടെ പോകും. അങ്ങനെ നരകത്തിലെത്തുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് നമ്മൾ പറയാറുള്ളത്. അത് അന്ധവിശ്വാസമാണെങ്കിൽ ഇനി അനസുമുസ്ലിയാരെ പറയാൻ പോകുന്നത് കേട്ടോളി. എന്താണ് ഇവിടെ കേട്ടോളി. അങ്ങനെയാണല്ലോ വിശ്വാസമുള്ളത്. എടോ ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവമല്ലേ? ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവമല്ലേ? അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് രോഗം മാറിയല്ലോ, അത് അനുഭവമല്ലേ? ഗുരുവായൂർ പോയിട്ട് കുട്ടിയെ കിട്ടിയല്ലോ, അത് അനുഭവമല്ലേ? അങ്ങനെ പല പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ രോഗം മാറാറുണ്ടല്ലോ, പ്രയാസം നീങ്ങാറുണ്ടല്ലോ. അതുപോലെ ഈ മന്ത്രവാദി എടുക്കാൻ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നേടാറുണ്ടല്ലോ. ഇങ്ങനെ ജൈന റളിയല്ലാഹു അൻഹ അബ്ദുല്ലാ റളിയല്ലാഹുവിനോട് പറയുമ്പോ നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോൾ കണ്ണീര് വരികയും അങ്ങനെ മന്ത്രവാദി എടുക്കാൻ പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. സഹോദരങ്ങളെ, കണ്ണീര് വരുന്നതിന്റെ കാരണം എന്താ? കണ്ണുനീര് വരുന്നത് ശൈത്താനാണ്, പിശാചാണ്. അതെങ്ങനെ മനസ്സിലായത്? മനസ്സിലായത് എന്ന് ഇന്നലെപ്പോൾ നമ്മൾ ചോദിക്കുന്നില്ല. കാരണം അത് കണ്ണീർ ബാധിച്ചതാണ്, അവിടെ പിശാച് ഇടപെട്ടതാണ്. ഇനി മാത്രമല്ല, ആ കണ്ണിൽ കുത്തുന്നത് പിശാചാണെന്നാണ് അനുസരിച്ചുകാർ വിശദീകരിക്കുന്നത്. കേട്ടോളൂ. എല്ലാവരും വിശദീകരിച്ചു കൊടുക്കുന്നത് ഇതാ അപ്പഴത്തിനി തറക്കി, നീ എങ്ങാനും പിശാചിനെ അനുസരിച്ചു കഴിഞ്ഞാൽ പിശാച് മാറും. പിശാചിനെ അനുസരിച്ച് നീ ഒരു ചെറുക്ക് ചെയ്യാൻ പോയി, ആറത്തിലേക്ക് പോയി, പട്ടുകൊടുക്കാൻ പോയി, വെളിച്ചെണ്ണ കുടിക്കാൻ പോയി, ജോത്സ്യനൊക്കെ പോയി, തങ്ങളൊക്കെ പോയി മന്ത്രവാദമൊക്കെ നടത്തി. അങ്ങനെ മന്ത്രവാദമൊക്കെ നടത്തിയാൽ ശൈത്താൻ എടുത്തു, അവൻ നിന്നെ ഉപേക്ഷിച്ച് കളയും, നിന്നെ ഉപദ്രവിക്കൂല. നേരെ മറിച്ച് പിശാചിനെ ധിക്കരിച്ചാലോ അവന്റെ വിരലുകൊണ്ട് നിന്റെ കണ്ണിൽ കുത്തും. വിരലുകൊണ്ട് നിന്റെ കണ്ണിൽ കുത്തുമ്പോ കണ്ണീര് വരും. വിരലുകൊണ്ട് പിശാച് കണ്ണിൽ കുത്തുമ്പോ കണ്ണീര് വരും. ചുരുക്കി തിരുമാർഗം സ്വീകരിച്ച് ജോത്സ്യനടിക്കൽ പോയിട്ട് മന്ത്രവാദത്തെ ശൈത്താമാരിക്കും എന്നെ കുത്തൂല. അപ്പൊ നീ എന്ന് വിചാരിക്കോ? കണ്ടോ, ജോത്സ്യനടിക്ക് പോയപ്പോ അനുഭവം കണ്ടോ മാറിയില്ലേ? അങ്ങനെ നീ പിഴച്ചവളായി മാറും, നീ ചുരുക്കിരിക്കുന്ന ആളായി മാറും. അങ്ങനെ മുശ്രിക്കായി നീ മരിച്ചു പോകും. മരിച്ചു പോകുമ്പോ പഠിച്ചവരടിക്കൽ നീ പിഴച്ചവളായി എത്തിച്ചേരും. അതാണ് പിശാചിന് ആവശ്യം. അതിനുവേണ്ടി പിശാച് അവനെ അനുസരിച്ചില്ല എങ്കിൽ നിന്റെ കണ്ണി കൊത്തു, അപ്പൊ കണ്ണീര് വരും. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, അപ്പൊ ജോലിച്ചിലേക്ക് പോലെ മാറില്ല, അല്ലാതെ മാറൂലേ? മാറും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ജോത്സ്യനൊരിക്കലും മറ്റേ ആളുകളൊരിക്കലും പോകുമ്പോൾ മാറുന്നു. എന്താ കാരണം? അത് പിശാചിനനുസരിക്കുകയാണ്, ശരി ചെയ്യാണ്. ശരിക്കും കുഫർ ചെയ്താൽ പിശാചം ചെയ്യും. എന്തിനാണ് പഠിപ്പിക്കുക? നരകത്തിലായില്ലേ, ഇങ്ങനെ മാറിക്കൊടുക്കുക. അപ്പൊ അതാണ് ഒരു വഴി. അതാണ് റുഖിയ ശിർക്കിയ. ശിർക്കിലേക്കുള്ള വഴി അതാണ്. എന്നാ റുഖിയ ശിർക്കിയ ചെയ്തിട്ടാണോ പരിഹാരം നേടേണ്ടത്? അല്ല, റുഖിയ ശർഈയുണ്ട്, ശർഈ അനുവദിക്കപ്പെട്ട റുഖിയ. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. രണ്ടും അനുസരിച്ചാറെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കേട്ടോളൂ. അല്ല, മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. വലയാക്കിന്നാൽ നീ ആ ജോത്സ്യനടിക്കലേക്ക് പോകുന്നതിന് പകരം, ആ മന്ത്രവാദിയായി കിഴവിയടിക്കലേക്ക് പോകുന്നതിന് പകരം ലൗ ഫഅൽതി കമാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ ചെയ്തതുപോലെ നിനക്ക് ചെയ്യാമായിരുന്നില്ലേ? താന ഫിയല്ലക്കി, അതല്ലായിരുന്നോ നിനക്ക് ഉത്തമം? അതെ, എന്താണ് പ്രവാചകൻ ചെയ്തത്? അതേ, അല്പം വെള്ളമെടുത്ത് നിന്റെ കണ്ണിലേക്ക് അങ്ങ് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം തഖൂലീൻ, നിനക്ക് പറയാമായിരുന്നില്ലേ? അത് ഹിബിൽ ബഅസ് റബ്ബന്നാസ് ഇസ്തി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മന്ത്രമുണ്ടല്ലോ, ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ പിശാചിനെ പിന്നെ നിന്നെ ഉപദ്രവിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ റസൂലുള്ള സ്വീകരിച്ച മാർഗം വിട്ട്, പ്രവാചകൻ പഠിപ്പിച്ച മാർഗം വിട്ട് പിശാചിന് തൃപ്തിപ്പെട്ട ആ മന്ത്രവാദി അടുക്കിലേക്ക് നീ പോയില്ലേ? അങ്ങനെ പോയപ്പോ നിനക്ക് മാറിയതായ അനുഭവം ഉണ്ടായെങ്കിൽ തന്നെ പിശാചിനെ അനുസരിച്ചതുകൊണ്ട്, പിശാചിനെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് പിശാച് മാറി നിന്നതാണ് കേട്ടോ. നല്ല വായനയെ ശരീരത്തിനെ നല്ലോണം കുറ്റം പറയപ്പോ ആദ്യോ വളരെ ഉഷാറായിട്ട് വായന പറഞ്ഞ് പാട്ടുപാടി ജനങ്ങൾക്ക് പ്രമാണം പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ ആ പ്രമാണം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞതൊക്കെ മാറി. ഇപ്പൊ നമ്മൾ റഫീഖ ശർഈയുടെ പേര് പരിഹരിച്ചെടുക്കുക. എന്താ സക്കറിയ സ്വലാഹി പറഞ്ഞതിനപ്പുറം? ഇതിനപ്പുറം സക്കറിയ സ്വലാഹി എന്താ കേരളത്തിൽ പറഞ്ഞത്? എത്ര ഉഷാറായിട്ടാണ് നിങ്ങൾ പറയുന്നത്?
അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ഖുറാഫാത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഉന്നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമ്മൾ എവിടെയും ഖുറാഫാത്തിലേക്ക് പോയിട്ടില്ല. നമ്മൾ സലഫിയത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. സത്യത്തിൽ ഇവിടെ ഈ സലഫിയത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇവിടെ കേരളത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ മടവൂരി ഭാഗം അത് പുറത്തു പോയപ്പോൾ അതിൽ നിന്ന് പോകാതെ ഇതിൽ തങ്ങി നിന്ന ചില കുറച്ചണ്ടികളുണ്ട്. ആ സലഫിയത്തില്ലാത്ത മടവൂരിസം മണ്ഡല ഹൃദയത്തിലുള്ള ചില കുറച്ചണ്ടികൾ അവരാണ് സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രശ്നം. അവർക്ക് ഈ സലഫിയത്ത് അഞ്ചാമത് ഹബാണ്, ആഗോള ഗൂഢാലോചനയാണ്, ഇറക്കുമതിയാണ്. പിന്നെ എന്തിനാ നിങ്ങൾ മനഹജ് സലഫ് എന്ന വലിയ മുട്ടമ്പടി ഇവിടെ കൊണ്ടുവന്ന കേരളത്തിൽ? മടവൂരി ഭാഗം പുലർന്നു പോയപ്പോൾ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ബാനറിൽ ഇവർ മനഹജ് സലഫിൽ അകന്നുപോയി എന്ന് വ്യക്തമായി നമ്മൾ വിശദീകരിച്ചപ്പോൾ 85% എന്റെ കൂടെ എന്ന് പറഞ്ഞ മടവൂരി ഭാഗത്തിന്റെ കൂടുന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ ആളുകൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് മാത്രം മനഹജ് സലഫ് കൊണ്ടുവന്നതാണ് ഇവർ. പക്ഷെ നമ്മൾ അണികൾ എന്ത് ചെയ്തു? മനഹജ് സലഫ് ജീവിതത്തിലാണ് പകർത്തി. മനഹജ് സലഫ് അനുസരിച്ച് കാര്യങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ MSMന്റെ ISMന്റെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളൊക്കെ ബനിയാനിക്ക് മുകളിൽ പാൻറ് ധരിക്കുന്നവരായി, സമൃദ്ധമായി കാടി കിട്ടുന്നവരായി, നല്ല നല്ല ഉജ്ജ്വലനായ ദീന് പഠിച്ച കേരളത്തിന്റെ അമരക്കാർ ഇവിടെ ഉണ്ടായി. അപ്പൊ പിന്നെ മനഹജ് സലഫ് ഇവർക്ക് എന്തായി? മൂർഖം പാമ്പായി. അപ്പോഴാണ് മനഹജ് സലഫിനെ എതിരെ തിരിഞ്ഞത്. സത്യത്തിൽ ഏതുപോലെ പറ്റുന്ന നിങ്ങൾ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പണ്ട് തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്ന് വലിയൊരു മുതലാളി ബിസിനസ് ആവശ്യമായിട്ടൊരു യാത്ര പോയി. യാത്ര പോയി അയാൾ ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പൊറാട്ടിക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു കുളിമുഴൽ ഇറച്ചിന്റെയാണ്. കുളിമുഴൽ ഇറച്ചോ? അതിന്റെ പല ഇറച്ചിന്റെ കുളിമുഴൽ ഒരു പ്ലേറ്റ് പോലത്തെയായിരുന്നു. തിന്നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. രണ്ടാമത്തെ പ്ലേറ്റ് കൊടുത്തു. അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ 2 പ്ലേറ്റ് അയാൾ അടിച്ചപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ എന്തായാലും വേണ്ടില്ല, നാട്ടിൽ പോയിട്ട് ഈ കുളിമുഴൽ ഫാം ഒന്ന് തുടങ്ങുന്ന വേണം, ഞാനത് വല്ലാത്ത ഇറച്ചിയല്ല. അങ്ങനെ ഇയാൾ ബില്ല് വെച്ച് നോക്കുമ്പോൾ വളരെ വില കുറവും. മുതലാളിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഈ കുളിമുഴൽ ഫാം തുടങ്ങാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എവിടുന്നാണ്ട് ലൈസൻസ് കിട്ടുക, എങ്ങനെ ഇറക്കുമതിയൊക്കെ ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളിവിടെ കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഓ, കേരളത്തിലാണെങ്കിൽ വളരെ സുഖമാണ്, മലപ്പുറം ജില്ലയാണെങ്കിൽ വളരെ ഉഷാറായി. കാരണം അവിടെ നിന്ന് പെരിച്ചായിട്ടാണ് പറയുക. അവിടെ നിന്ന് പേര് പെരിച്ചാക്കിലാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ, സുഖമായിട്ട് ഇത് തുടങ്ങാറ്. അപ്പോഴാണ് ഈ സാധു ഞാൻ തിന്ന ഇറച്ചി പെരിച്ചായിന്റെ ഇറച്ചിയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ മടവൂരികളെ പുറത്താക്കാൻ വേണ്ടി നിലക്കെട്ട് എത്രയുമാ സ്ഥലത്തിൽ ഫോക്കസ് ചെയ്തു. മനഹജ് സലഫിന് തെറ്റിയതാണ്. ആൾക്കാർ മനഹജ് സലഫിലൂടെ വളരാൻ തുടങ്ങി. നന്നായി വെച്ച് മുമ്പിലേക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ഇത് നമ്മൾ തിന്നത് പെരിച്ചായിന്റെ ഇറച്ചിയാണല്ലോ എന്ന് മനസ്സിലാതെ അല്ലാത്തൊരു സൗകര്യപ്പെടല്ല. അതുകൊണ്ടാണ് നമുക്കതിൽ ആരോപണം ഉന്നയിച്ചു. ഇസ്ലാം മാസത്തിൽ മോയിസത്ത് നിഷേധിച്ചു എന്ന് പച്ചനോട വേഗം ഉദ്ധരിക്കുന്നത് തെളിയിക്കാൻ പറ്റില്ല. എന്നാൽ ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അല്ലാഹു റസൂലിന്റെ മോയിസത്ത് പൊളിച്ചത്, മോയിസത്തിനെ തള്ളിക്കളഞ്ഞത്, ഈ മോയിസത്തിന്റെ വാദത്തെ തെറ്റിക്കാൻ വേണ്ടി ഹദീസുകൾ ക്രമം തെറ്റിക്കൊടുത്തത് എനിക്ക് വായിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇത് ഒന്നുകൊണ്ടൊന്നും തീരൂല. ഏതായാലും ഗാദറാജി സാഹിബ് പറഞ്ഞ പോലെ ഒരു 4-5 ചാനൽ കൂട്ടിയാൽ നമ്മൾ എന്നിട്ട് പറയാത്ത വല്ല കത്തുണ്ടെങ്കിൽ അപ്പ മുസ്ലിയാരെ നമുക്ക് സമ്പാദത്തെ പറ്റി ആലോചിക്കാം. നമ്മൾ ഖുറാഫാത്തിലെ പരിപാടി എടുക്കല്ലേ? വരുമ്പോ തന്നെ സമ്പാദനുണ്ടോ അമ്മി കത്താണ്ടോ വെച്ച് നാട്ടിൽ കൂടെ എത്ര ആൾ വരും? നമ്മളൊക്കെ നമ്മൾ അമ്മയ്ക്ക് വെളിയിൽ പോയ അങ്ങനെ കുറെ ആൾക്കാർ അമ്മി കത്താണ്ടോ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യം പറയില്ല. കാരണം നിങ്ങൾ ഏറ്റവും വലിയ കൊമ്പസാവായ അത്രയും സലഫിയെ ഫൈസൽ മുസ്ലിയാർ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ CD അത് ഉൾപ്പെടുത്തും, സമയമില്ലാത്തതുകൊണ്ടാണ്. ആ വെല്ലുവിളികൾ സ്വീകരിക്കും. കാരണം എന്താ? അനസ് മുസ്ലിയാരെ നിങ്ങളെക്കാൾ ഏറ്റവും മേന്മയുള്ള ആളല്ലേ ഹദീസ് വലിയ പണ്ഡിതരല്ലേ അബ്ദുറഹ്മാനായ ഹംസബാക്കമി ചെങ്ങഞ്ചേരി. ഇവരെ രണ്ടാളും നിലവാരം നമ്മൾ കോഴിച്ചട വെച്ച് കണ്ടില്ലേ? മടവൂരിക്കാരായ നാസർ സുല്ലമിക്ക് കിതാബ് കൊടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പൊ ഓരോ മേലെ ആരെയും നാസർ സുല്ലമില്ലേ? അതിന്റെ താരല്ലേ എന്തായാലും മുസ്ലിങ്ങളിൽ. എന്നിട്ട് ഈ ഇങ്ങനെ തെക്കരാജദാസെ വെല്ലുവിളിക്കുക. ആഴപ്പുറത്ത് കയറി എന്നാണ്ട സ്വഭാവം എടുക്കുക. എന്താപ്പത്? അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ വേദനിപ്പിച്ചാലൊന്നും അവിടെ ഒന്നും വിവരമില്ല കേട്ടോ. ഉത്തരം താങ്ങുന്ന പല്ലി എന്ന് പറഞ്ഞൊരു ചിന്തണ്ട്. ഞാനാണ് പുറത്തെ കൊണ്ടിറക്കുന്നത് ഒരു തോന്നലും വെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഖുറാഫാത്തുകൾ ഞങ്ങളുടെ കൈകളിൽ നിന്നുള്ള പ്രമാണങ്ങൾ കൊണ്ടും ഇതുപോലെയുള്ള ക്ലിപ്പുകൾ കൊണ്ടും തകർത്തെറിയാൻ കഴിയുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇവിടെ വരണം.
അല്ലെങ്കിൽ ഞാൻ മറുപടി വിട്ടുപോയിട്ടെങ്കിൽ ഇൻഷാല്ലാ അടുത്ത മറുപടിയിൽ ചേർക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ച സൂറത്തുൽ ബഖറയിലെ ആയത്തിന്റെ അർത്ഥം അതുപോലെ തന്നെ മറ്റുള്ള സൂറത്തുകൾ കൃത്യമായി നിങ്ങൾ പ്രഭാഷണം കേട്ടുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം തകർന്നിട്ടില്ല. സലഫിയത്തിൽ നമ്മൾ ഇഞ്ചു പോലും പിന്നോട്ട് പോയിട്ടില്ല. നമ്മൾ മടവൂരിസത്തിലൂടെ ഖുറാഫാത്തിലേക്ക്, ജിന്നുവാദത്തിലൂടെ ഖുറാഫാത്തിലേക്ക് എന്നൊരു ആരോപണം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തെറ്റിദ്ധരിച്ച ആളുകൾക്ക് നേതൃത്വം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ റമളാനിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഈ രൂപത്തിൽ പരിപാടി സംഘടിപ്പിച്ച് ഇതിനുവേണ്ടി ഒത്തുകൂടിയ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على محمد